നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ സ്പിരിറ്റ് എസൻസ് മുഴുവൻ ആ സ്റ്റോണുകളിൽ നിന്ന് വലിച്ചെടുത്ത് തന്റെ ശക്തി അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സുമേരു റിങ്ങിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുകയാണ്. ആ സുമേരു റിങ്ങിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ ആ സ്കൈ സിറ്റിക്ക് അകത്താണ്. സ്കൈ സിറ്റിക്ക് ചുറ്റുമായി വാങ് ഫെങ് ഒരു ഫോർമേഷൻ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോർമേഷൻ രൂപീകരിക്കാൻ ആവശ്യമായ എനർജി ഇപ്പോൾ അവിടെ സ്പിരിറ്റ് എസൻസ് സ്റ്റോൺ ഉള്ളതുകൊണ്ട് എളുപ്പം സംഘടിപ്പിക്കാൻ പറ്റും. വാങ് ഫെങ്ങിന്റെ സകല കഴിവുകൾ ഉപയോഗിച്ച് വാങ് ആ ഫോർമേഷൻ പൂർത്തീകരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അങ്കിൾ ഗുവാന് സോൾ ഗ്യാതറിംഗ് പില്ലിന്റെ ഒരു കുപ്പി കൊടുത്തു. മാർക്ക് അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ സോൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക് തടുക്കാൻ സോള് തന്നെ വലിച്ചെടുക്കാൻ അങ്കിൾ പഠിക്കണം. മാർക്ക് ഫെല്ലറേക്കാൾ ഒരുപാട് പ്രായമുള്ള വ്യക്തിയാണ് അങ്കിൾ ഗുവാൻ. പക്ഷെ അങ്കിൾ ഗുവാൻ ഇപ്പോൾ ട്രൂ സെയിന്റ് ലെവലിൽ കടന്നിരിക്കുകയാണ്. ട്രൂ സെയിന്റിന്റെ ഒരു 3rd ലെവലിലേക്ക് അങ്കിൾ ഗുവാനും എത്തിയെന്ന് പറയാം. ജൂ ഇപ്പോ 9th ലെവൽ ട്രൂ സെയിന്റ് ആണ്. അതുപോലെ തന്നെ അങ്കിൾ ഗുവാന്റെ ശക്തിയും കൂടി വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ മാർക്കിന് ഒരു അഡീഷണൽ കരുത്ത് കിട്ടും. അങ്കിൾ ഗുവാൻ മാർക്കിനോട് ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും മാർക്ക് നിർബന്ധപൂർവ്വം അങ്കിൾ ഗുവാന് സോൾ ഗ്യാതറിംഗ് പെല്ലും അതുപോലെ മറ്റ് അനവധി പെല്ലുകളും കൊടുത്ത് അങ്കിൾ ഗുവാന്റെ ശക്തി വർദ്ധിപ്പിച്ചു തുടങ്ങി. അകത്തുള്ള ഫാറ്റിയും അതുപോലെ ഷിയാരുവും അവരുടെ മെഡിസിനൽ എബിലിറ്റി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരിശീലനത്തിൽ പരിക്ക് പറ്റിയാൽ അപ്പം അത് ഭേദമാക്കുകയാണ്. ശരിക്കും ജീനയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ബിൽഡ് ചെയ്യുന്നതിൽ മാർക്കും ആ എൻ്റെ ടീമും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സോളിറ്ററി ക്ലൗഡ് സെക്ഷനിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയാണ്. ആ നീ കുടുംബത്തിലെ നീ ഉക്സിയാവയും യാവോ കുടുംബത്തിലെ യാവു നൈനാനും അവർ രണ്ടുപേരും ആ മൂൺ പവലിയനിലെ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് ഒരു ചർച്ചയിലാണ്. അവർക്ക് വളരെ വിലപ്പെട്ട ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ജീനയുടെ കുടുംബത്തിന്റെ വേരുകൾ ഹോളി റീജിയനിലെ ജി കുടുംബമാണെന്നുള്ള കാര്യം അവരാണ് ആദ്യം അറിഞ്ഞത്. ജീനയുടെ കുടുംബത്തിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസുകളിൽ ഏറ്റവും പ്രധാനം ആ ഇമ്മോർട്ടൽ എംപറുടെ ആ വാളാണ്. ആ വാള് മറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ കണ്ടെത്തുന്നതിന് മുന്നേ കണ്ടെത്തിയാൽ ആ 2 കുടുംബങ്ങൾക്കും ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും. ജീനയെ പിടികൂടി ജീനയുടെ കയ്യിൽ നിന്ന് ആ റിസോഴ്സസും അസറ്റുകളും സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ ആലോചന. അത് എങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ നൈനാൻ ഒരു ഐഡിയ ആ ഉക്സിയാവോയോട് പറഞ്ഞു. ആ ഐഡിയ കൊള്ളാമെന്ന് അത് കേട്ടപ്പോൾ തന്നെ ഉക്സിയാവോയ്ക്ക് തോന്നി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീന മാർക്കിനടുത്തേക്ക് ഓടി വന്നു. മാർക്ക് അറിഞ്ഞോ, ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് ഹോളി റിജിൽ നിന്ന് ധാരാളം ക്രിമിനലുകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്രിമിനലുകളെയോ? അതേ മാർക്ക്, ഇവിടെ ഈ പറഗേട്രിയിൽ അതിശക്തരായ യോദ്ധാക്കളുണ്ടല്ലോ, ആ യോദ്ധാക്കളുമായി ബന്ധമുള്ള ആളുകളെ ഇപ്പോൾ ഹോളി റീജിയനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അവര് എന്തു കണക്ക് കൂട്ടുകയാണ്. ഹോളി റീജിയനിലെ ജയിലുകളിൽ അനവധി ശക്തരായ യോദ്ധാക്കളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ പറഗേട്രിയിലുള്ള യോദ്ധാക്കളുടെ ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളെ അവിടെ ആ ജയിലിലിട്ട് ജാമ്യവസ്തുവാക്കി മാറ്റിയാണ് പറഗേട്രിയിൽ അതിശക്തരായ യോദ്ധാക്കളെ ഈ ഹോളി റീജിയൻകാർ നിയന്ത്രിക്കുന്നത്. ഹോളി റീജിയൻകാർ അങ്ങനെ നിയന്ത്രിക്കുന്ന ആളുകളിൽ ഒരാൾ സാക്ഷാൽ ഹീമാനാണ്. ഹീമാന്റെ സഹോദരി ഷീ കുടുംബത്തിന്റെ ആ സ്കൈ വാട്ടർ പ്രിസണകത്തുണ്ട് ചാങ്മാങ്ങിനൊപ്പം. അതുപോലെ തന്നെ ഹാങ് റേയുടെയും മിലിയുടെയും ബന്ധുക്കൾ അവിടെയുണ്ട്. പറഗേട്രിക്കകത്ത് അതിശക്തരായി വളർന്നിട്ട് പോലും ആ യോദ്ധാക്കൾ എന്തുകൊണ്ട് ഹോളി റീജിയനിലേക്ക് പോയില്ല എന്നതിന്റെ ഉത്തരം ശരിക്കും ആ ജയിലുകളാണ്. അവരുടെ ബന്ധുക്കളെ ജയിലിൽ ഇട്ടുകൊണ്ട് ഹോളി റീജിയനിലെ ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ചേർന്ന് ആ പറഗേട്രിയിലെ ആ സൂപ്പർ യോദ്ധാക്കളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഹീമാന് പോലും ഹോളി റീജിയൻകാരെ ആക്രമിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതാണ്. ജീന അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ജീനയോട് പറഞ്ഞു, ഞാനേ ഒരു കാര്യം ചെയ്യാം, ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് ഒന്ന് പോയി നോക്കാം. അവരുടെ നാട്ടിൽ നിന്ന് എത്തിച്ച ക്രിമിനലുകളുടെ കൂട്ടത്തിൽ എൻ്റെ ബ്രദർ ചാങ്മാങ് ഉണ്ടെങ്കിൽ എനിക്ക് അവനെ രക്ഷിക്കണം. മാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങിയതും ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ കൂടെ വരാം, എനിക്ക് എന്തായാലും അവിടെ മുഴുവൻ നല്ല പരിചയമാണ്. ജീന പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ട് മാർക്ക് ഉടൻ തന്നെ ജീനയെ സുമേരു റിങ്ങിനകത്തേക്ക് കയറ്റി. മാർക്ക് ഫെല്ലർ അതിവേഗം ആ സ്കൈ കോണ്ടിനിൽ നിന്ന് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് തിരിച്ചു. സോളിറ്ററി ക്ലൗഡ് സിറ്റി യഥാർത്ഥത്തിൽ ബ്ലാക്ക് കോണ്ടിനെന്റിന്റെ ഭാഗമാണ്. സ്കൈ കോണ്ടിനെന്റ് തികച്ചും വ്യത്യസ്തതയുള്ള മറ്റൊരു കോണ്ടിനെന്റ് ആണ്. ഇവിടെ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് വ്യക്തമായും പ്ലാനറ്റുകളെയാണ്. ആ ബഹിരാകാശത്ത് അനവധി ഗ്രഹങ്ങളിൽ മനുഷ്യവാസമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് തത്തുല്യരായ ജീവികളുടെ വാസമോ ഉണ്ട്. ബഹിരാകാശ ജീവികൾ എന്നോ ഏലിയൻസ് എന്നോ നമുക്ക് അവരെ വിളിക്കാം. വെറൈറ്റി ഓഫ് ഏലിയൻസ്
പല സ്ഥലത്തുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്നാണ് മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കോണ്ടിനെന്റിലേക്ക് തിരിച്ചത്. ബ്ലാക്ക് കോണ്ടിനെന്റിന്റെ ഭാഗമായ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലാണ് മൂൺ പവലിയൻ ഉള്ളത്. ആ മൂൺ പവലിയൻ ഇപ്പോൾ പൂർണ്ണമായും ആ ഹോളി റീജിയനിലെ ആളുകളുടെ കൈപ്പിടിയിലാണ്. ജീനയുടേതായിരുന്ന ആ മൂൺ പവലിയൻ അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ജീനയുടെ ആ മൂൺ പവലിയൻ പിടിച്ചെടുത്തതിന് ശേഷം ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും ആ ഹോളി റീജിയൻകാര നിയന്ത്രിക്കുന്നത്. ഹോളി റീജിയൻകാരുടെ വാക്കുകൾ അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മിക്കവാറും എല്ലാ മേഖലകളിലുള്ള യോദ്ധാക്കളും ഇപ്പോൾ ഹോളി റീജിയന്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഹോളി റീജിയൻകാരുടെ നിർദ്ദേശം അനുസരിക്കുന്ന ആളുകൾ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെത്തി പേരുകൾ രജിസ്റ്റർ ചെയ്യണം എന്ന് ഹോളി റീജിയന്റെ ഒരു തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അനവധി ആളുകൾ പലപ്പോഴായിട്ട് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് സമീപം എത്തിയതും പതുക്കെ തറയിലോട്ടിറങ്ങി. മാർക്ക് യഥാർത്ഥത്തിൽ ആ ഷൂവിന്റെയും ലൈൻവേർഡ് ഫോർമുലയുടെയും സഹായത്താൽ ആകാശത്തോടെ പറന്നാണ് അവിടെ വരെ എത്തിയത്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്കുള്ളിലേക്ക് പറന്നു ചെന്നിറങ്ങിയാൽ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ സാന്നിധ്യം അവര് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ദൂരെയാണ് മാർക്ക് ലാൻഡ് ചെയ്യുന്നത്. മാർക്ക് ജീനോട് പറഞ്ഞു, ജീന, ഇനി ഇവിടെ നിന്ന് ഞാൻ നടന്നാ പോകുന്നത്. മാർക്ക് ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അങ്ങനെ ജീന പറഞ്ഞതും മാർക്ക് ഒരു ഡ്രസ്സ് എടുത്ത് ധരിച്ചതും മാർക്കിന്റെ ആ ഓറ അങ്ങ് മറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് മാർക്കിനെ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ ഓറ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ പർഗേറ്ററിലേക്ക് പോകുമായിരുന്നത്. ആ ഓറ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ ഡ്രസ്സ് കയ്യിൽ കരുതിയിരുന്നത്. ഇപ്പോൾ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് കടക്കുകയാണ്. അവിടെ കിടക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് മാർക്കിന് അറിയാവുന്നതുകൊണ്ടാണ് മാർക്ക് ആ ഡ്രസ്സ് എടുത്ത് ധരിച്ചത്. മാർക്ക് ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയുടെ ഗേറ്റിന് നേരെ നടന്നു വരുമ്പോൾ അനവധി ആളുകൾ ഗേറ്റിൽ കൂടി അകത്തേക്ക് പോകുന്നത് മാർക്കിന് കാണാൻ പറ്റുന്നുണ്ട്. വലിയ ശ്രദ്ധയൊന്നും അവിടെ ഇല്ല. ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയുടെ യഥാർത്ഥ ഗേറ്റിന് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്തായി വേറൊരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഗേറ്റ് വഴിയാണ് ആളുകൾ യഥാർത്ഥത്തിൽ അകത്തേക്ക് ചെല്ലുന്നത്. ആ 200 മീറ്ററിനകത്തേക്ക് കടക്കാൻ മാത്രമേ അവിടെയുള്ള ആളുകൾക്ക് പറ്റൂ. അത് കഴിഞ്ഞാൽ സോളിറ്ററി ക്ലൗഡ് സിറ്റിയുടെ യഥാർത്ഥ ഗേറ്റായി. അവിടെ ഹോളി റീജിയനുമായി ബന്ധപ്പെട്ട ആളുകൾ കാവൽ നിൽപ്പുണ്ട്. മാർക്കിന് ദൂരെ നിന്ന് തന്നെ ആ ഗേറ്റിൽ കൂടി ആ കാഴ്ച കാണാം. അങ്ങ് അകലെ മറ്റൊരു ഗേറ്റ്. ഒരു വലിയ ഫോർമേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. മാർക്ക് സാധാരണ ഒരു യോദ്ധാവിന്റെ ശൈലിയിൽ പുറത്തുള്ള ഔട്ടർ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു. മാർക്ക് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് കടന്നു കാണും. അപ്പോ മാർക്കിനൊരു തോന്നൽ, തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആദ്യത്തെ ഗേറ്റിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ ആ ഹോളി റീജിയനിലെ നൈനാന്റെയും അതുപോലെ ഉക്സിയാവയുടെയും കണ്ണുകളിൽ മാർക്ക് പതിഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഹോളി റീജിയനിൽ നിന്ന് ചാങ്മാങ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയെന്നറിഞ്ഞാൽ അവിടേക്ക് ഓടി വരുമെന്ന് കൃത്യമായി അറിയാവുന്ന ഉക്സിയാവയും നൈനാനും കൂടി മാർക്കിനെ പിടികൂടാനായി വളരെ വിദഗ്ധമായി ഉണ്ടാക്കിയ ഒരു പ്ലാനിൽ ഇതാ മാർക്ക് പെട്ടിരിക്കുകയാണ്. അവർ റിലീസ് ചെയ്ത ന്യൂസാണ് യഥാർത്ഥത്തിൽ ജീനയ്ക്ക് കിട്ടിയത്. ജീന താൻ അറിഞ്ഞ ന്യൂസ് മാർക്കിനോട് പങ്കുവെച്ചതുകൊണ്ടാണ് മാർക്ക് അവിടേക്ക് വന്നത്. മാർക്ക് ഫെല്ലർ ഏത് വിധത്തിലും ഹോളി റീജിയനിൽ നിന്ന് ആളുകൾ എത്തിയെന്നുള്ള വിവരം അറിഞ്ഞാൽ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് പറന്നിറങ്ങുമെന്ന് അറിയാവുന്ന നൈനാനും അതുപോലെ ഉക്സിയാവയും അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ അവിടേക്ക് നടന്നു വരുന്നത്. തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നു തോന്നിയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അങ്ങ് നിന്നു. ആ സമയത്ത് നല്ല പരിചയമുള്ള ഒരു ശബ്ദം മാർക്കിനെ തേടി വന്നു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ വീണ്ടും എത്തിയല്ലേ, നന്നായി. ശബ്ദം കേട്ട ദിക്കിലേക്ക് മാർക്ക് നോക്കുമ്പോൾ മാർക്കിനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷൽ യാവോ നൈനാൻ. ഏഹേയ് മാർക്ക്, നീ ഞങ്ങളുടെ കെണിയിൽ വീണു. നീ വിചാരിച്ചില്ലല്ലേ നീ ഇത്ര എളുപ്പത്തിൽ ഞങ്ങളുടെ കെണിയിൽ വീഴുമെന്ന്. അങ്ങനെ സംസാരിച്ചത് ഉക്സിയാവോയാണ്. നീ കുടുംബത്തിന്റെ ആ എൽഡർ ഉക്സിയാവോ അങ്ങനെ പറഞ്ഞതും മാർക്ക് ചുറ്റൂന്ന് നോക്കി. യാവോ കുടുംബത്തിലെയും നീ കുടുംബത്തിലെയും 9th ലെവൽ ട്രൂ സെയിന്റുകളും 8th ലെവൽ ട്രൂ സെയിന്റുകളും ഒരുപാട് ആർട്ടിഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോർമേഷൻ മാർക്കിന് ചുറ്റുമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ 200 മീറ്ററും മാർക്കിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു മേഖലയാണ്. ആ 200 മീറ്ററിന്റെ വിസ്താരത്തിൽ ഒരു വൃത്തത്തിൽ മാർക്കിനെ ആ ഫോർമേഷൻ വഴി അവർ തളച്ചിരിക്കുകയാണ്. ആ ഫോർമേഷന്റെ കൃത്യം അളവുകളിൽ ആ ട്രൂ സെയിന്റുകൾ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ ട്രൂ സെയിന്റുകൾ തമ്മിൽ ചേർന്ന് ശരിക്കും ട്രൂ സെയിന്റുകളുടെയും ആർട്ടിഫാക്റ്റുകളുടെയും രൂപത്തിൽ ഒരു മതിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ശക്തമായ ആ ഫോർമേഷൻ മാർക്ക് എങ്ങനെ നോക്കുമ്പോൾ ഉക്സിയാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
നിന്നെ ഇവിടെ ഈ കെണിയിൽപ്പെടുത്താൻ ഞങ്ങൾ ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. അത് കേട്ടതും യാവോ നൈനാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് വേണമെങ്കിൽ നിന്റെ ജീവൻ ഞാൻ മടക്കി നൽകാം. ഒറ്റ കണ്ടീഷൻ, നീ നിനക്കൊപ്പമുള്ള ആ ജീനെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ നൈനാനെ നോക്കി ഒന്ന് ചിരിച്ചു. നൈനാൻ, നീ പറയുന്നത് പോലെ പ്രവർത്തിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും നൈനാൻ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചു. മാർക്ക്, നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് വലിയ ബോധ്യമായിരിക്കും. നല്ലതാ ശക്തിയെക്കുറിച്ച് നല്ല ബോധമുള്ളത്. പക്ഷെ മാർക്ക്, ഞങ്ങൾ ഹോളി റീജിയൻകാരുടെ ശക്തി അതെന്താണെന്ന് നീ തിരിച്ചറിയാത്ത നിന്റെ പ്രശ്നം. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാവോ നൈനാൻ ഒന്ന് മുന്നോട്ട് കുതിച്ചു. യാവോ മുന്നോട്ട് കുതിച്ചു എന്ന് മാത്രമല്ല, അതിശക്തമായി മാർക്കിനെ ആഞ്ഞങ്ങ് ഇടിക്കുകയും ചെയ്തു. അവന്റെ ആ ഹോളി പവർ മുഴുവൻ അവന്റെ പഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവൻ മാർക്ക് ഫെല്ലറെ ആഞ്ഞിടിച്ചത്. അവന്റെ ഇടി മാർക്കിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് മാർക്ക് ആ ഇടി തടുത്തില്ല. ആ ഇടി അതിശക്തമായി മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് പതിച്ചു. മാർക്കിന്റെ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്കിന്റെ കളർ ഇപ്പോ പഴയ സുവർണ നിറത്തിൽ നിന്ന് ബ്രൗൺ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡി ഗ്ലേസ്ഡ് ബോണുകൾ കൊണ്ട് ആയി മാറിയതിനു ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. ആ ബ്രൗൺ നിറത്തിലുള്ള മാർക്കിന്റെ പ്രൊട്ടക്ഷൻ മാർക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ മാർക്കിനെ ആ ഹോളി റീജിയനിലെ യാവോ നൈനാൻ ആഞ്ഞിടിക്കുകയായിരുന്നു. മാർക്ക് ആ ഇടി തന്റെ പുറത്തു കൊള്ളാൻ അനുവദിച്ചു എന്നുള്ളതാണ് സത്യം. മാർക്ക് ഫെല്ലർ തന്റെ ഇടി ഡിഫെൻഡ് ചെയ്യാത്തതിൽ നൈനാന് വലിയ സന്തോഷം. മാർക്കിന്റെ ബോഡിയിലേക്ക് അയാൾ ആഞ്ഞിടിച്ചിരിക്കുകയാണല്ലോ. പക്ഷെ അയാളെ കൈ പിൻവലിക്കാൻ നോക്കിയപ്പോൾ പിൻവലിക്കാൻ പറ്റുന്നില്ല. അയാളുടെ കൈ മാർക്കിന്റെ ചുറ്റുമുണ്ടായ ഒരു കവറിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. ആ നിമിഷത്തിൽ നൈനാന്റെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റഡ് കവർ ഉണ്ടായി. ആ കവർ ഒരു വലിയ ബബിള് പോലെ നൈനാന്റെ ചുറ്റും ഉണ്ടായി വരികയാണ്. ശക്തമായ ആ ബബിള് നൈനാന്റെ ചുറ്റും ഉണ്ടായതും അതിശക്തമായ ഒരു പ്രഷർ നൈനാൻ മാർക്കിന് മുകളിൽ കൊടുത്തു തുടങ്ങി. ആ നിമിഷത്തിൽ ഒക്സിയാവോ മാർക്കിന്റെ പുറകിലേക്ക് പാഞ്ഞെത്തുകയും കയ്യിലിരുന്ന ആ നീളമുള്ള കത്തി കൊണ്ട് മാർക്കിനെ ആഞ്ഞൊരൊറ്റ കുത്ത്. ഒക്സിയാവോയുടെ കത്തി മാർക്കിന്റെ പുറത്ത് പതിച്ചതും മാർക്ക് ഫെല്ലർ തന്നെ കവർ ചെയ്ത ആ ബബിളിലേക്ക് ആഞ്ഞിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ വലം കൈ യാവോ നൈനാന്റെ ആ ബബിളിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് കയറി നൈനാന്റെ ബോഡി തന്നെ പതിച്ചു. ആ ഇടിയേറ്റ് നൈനാൻ തെറിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് മാർക്ക് ഫെല്ലർ തന്നെ കുത്തിയ ആ നീ ഉക്സിയാവോയെ ഒരൊറ്റ ഇടി. ശരിക്കും വലതുവശത്തേക്ക് വലം കൈയും ഇടതുവശത്തേക്ക് ഇടം കൈമുട്ടും ഒരുമിച്ച് ചലിച്ചു എന്ന് പറയാം. ആ രണ്ട് യോദ്ധാക്കളും ആ നിമിഷത്തിൽ ദൂരേക്ക് തെറിച്ചു. ഏകദേശം 10 മീറ്റർ അകലേക്ക് വീണ ആ രണ്ട് യോദ്ധാക്കൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും ഹോളി റീജിയനിലെ അതിശക്തരായ ട്രൂ സെയിന്റുകളാണ്. ആ ട്രൂ സെയിന്റുകൾക്ക് മാർക്ക് ഫെല്ലർ അവരെ ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഒക്സിയാവയും നൈനാനും മുഖത്തോട് മുഖം ഒന്ന് നോക്കി. അങ്ങനെ നോക്കിയ നൈനാന്റെയും അതുപോലെ ഒക്സിയാവയുടെയും കണ്ണുകൾ അവര് വളഞ്ഞു നിൽക്കുന്ന ആ ബാക്കി ട്രൂ സെയിന്റുകളിലേക്ക് പതിഞ്ഞു. ആ നിമിഷത്തിൽ നൈനാൻ കുടുംബത്തിലെ 1/2 ഡസനോളം ട്രൂ സെയിന്റുകളും യാവോ കുടുംബത്തിലെ 1/2 ഡസനോളം ട്രൂ സെയിന്റുകളും ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചു. നൈനാനെയും ഒക്സിയാവയും മറികടന്നുകൊണ്ട് ആ എൻറ്റയർ ടീമും മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയതും മാർക്കിന്റെ ഇടത് കൈ ഒന്ന് മുന്നോട്ട് വന്നതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ ഇടത് കൈ മുന്നോട്ട് വന്നതും അതിൽ തിളയ്ക്കുന്ന ലാവ പൊങ്ങി വന്നു. മാർക്കിന്റെ ഇടം കൈ മുന്നോട്ട് ഓടി വന്ന ഒരു 9th ലെവൽ ട്രൂ സെയിന്റിന്റെ മുകളിൽ ജസ്റ്റ് കാഷ്വലായി പതിച്ചതും ആ ട്രൂ സെയിന്റ് അവിടെ കത്തിക്കരിഞ്ഞ് പൊടി പോലും കണ്ടുപിടിക്കാനാവാത്ത ശൈലിയിൽ വേപ്പറായി മാറുന്ന കാഴ്ച കൂടെ ഓടിയെത്തിയ ട്രൂ സെയിന്റുകൾ കണ്ടു. ശരിക്കും ആ ട്രൂ സെയിന്റുകൾ ആ നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. നൈനാൻ കുടുംബത്തിന്റെ ട്രൂ സെയിന്റുകൾ മാർക്കിന്റെ പുറകിലും യാവോ കുടുംബത്തിന്റെ ട്രൂ സെയിന്റുകൾ മാർക്കിന്റെ മുന്നിലുമായിരുന്നു. മുന്നിലുണ്ടായിരുന്ന ഒരു യാവോ കുടുംബക്കാരനാണ് എരിഞ്ഞ് അസ്തമിച്ചത്. സ്തംഭിച്ചു നിൽക്കുന്ന ആ ട്രൂ സെയിന്റുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഇടം കൈ വീണ്ടും ആ ശക്തമായ ലാവ ആ ഓടി വന്ന ട്രൂ സെയിന്റുകളുടെ മുകളിൽ വർഷിച്ചു. കണ്ണടച്ച് തുറക്കുമ്പേ യാവോ കുടുംബത്തിന്റെ ആ 1/2 ഡസൻ ട്രൂ സെയിന്റുകളിൽ 2 പേര് കൂടി കൊല്ലപ്പെട്ടു. ആകെ 3 ആളുകൾ. ആ കാഴ്ച കണ്ട് യാവോ നൈനാൻ പെട്ടെന്ന് മാർക്കിന് മുന്നിലേക്ക് ഓടിയെത്തി. ആ നിമിഷത്തിൽ മാർക്കിന് ആ കാഴ്ച കാണാം. യാവോ നൈനാന്റെ ഒരു കൈയിൽ സാക്ഷൽ ചാങ് മാങ് ഉണ്ട്. ചാങ് മാങ്ങിനെ കണ്ടതും മാർക്ക് അങ്ങനെ നിന്നു. ചാങ് മാങ്
ഇപ്പൊ ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും പർവ്വതം പോലുള്ള ബോഡിയുള്ള ചാങ്മാങ് അതിശക്തനായ യോദ്ധാവാണ്. പക്ഷെ ആ ചാങ്മാങ്ങിന്റെ പുറത്തുനിന്ന് തുടർച്ചയായി രക്തം ഊറ്റിയിരിക്കുകയോ ആഹാരം കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായി ചാങ്മാങ് ആകെ പെട്ടു നിൽക്കുകയാണ്. വല്ലാത്തൊരു വിളർച്ച ചാങ്മാങ്ങിൽ ദൃശ്യമാണ്. ചാങ്ങിന്റെ ആ ദയനീയമായ അവസ്ഥ മാർക്കിനെ ഒന്ന് പിടിച്ചുലച്ചു. യാവോ നൈനാൻ പ്രതീക്ഷിച്ച കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. മാർക്ക് ചാങ്മാങ്ങിനെ കാണുമ്പോൾ ഒന്ന് പരുങ്ങുമെന്നും ഒന്ന് വിളറുമെന്നും അയാൾ കണക്കൂട്ടിയിരുന്നു. മാർക്കിന്റെ ഒരു ദൗർബല്യമാണ് ചാങ്മാങ്. ആ ചാങ്മാങ്ങിനെയാണ് അയാൾ ഇതാ പിടികൂടിയിരിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് നിന്നതും യാവോ നൈനാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അടങ്ങ്, ഇത് നിന്റെ ബ്രദറാണ് ചാങ്മാങ്. ഈ ചാങ്മാങ്ങിന്റെ ജീവൻ നിനക്ക് വേണമോ അതോ നിന്റെ കൈവശമുള്ള ആ ജീനയുടെ ജീവൻ നിനക്ക് വേണമോ? നീ തീരുമാനിക്കേ. ജീനയുമായിട്ട് നിനക്കുള്ള പരിചയം ഏതാനും നാളുകൾ കൊണ്ട് ഉണ്ടായതാണ്. ചാങ്മാങ് അതല്ല എന്ന് എനിക്കറിയാം. മാർക്ക്, നിന്റെ സഹോദരനെ നിനക്ക് വേണമോ ജീനയെ വേണമോ? അതാണ് നീ തീരുമാനിക്കേണ്ടത്. മാർക്ക്, ഞാൻ നിന്നെ ഉപദേശിക്കേണ്ടത് കരുതരുത്. നീ ആ ജീനയെ എനിക്ക് വിട്ടു നൽകിയാൽ നിനക്ക് ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഞാൻ നിന്നെ സമ്മതിക്കാം. നിന്റെ ചാങ്മാങ്ങിനെ ഞാൻ ഉപദ്രവിക്കത്തുമില്ല. മാർക്ക് യാവോ നൈനാൻ പറഞ്ഞത് കേട്ടു. ഒരു നിമിഷം മാർക്ക് നിശബ്ദനായി യാവോ നൈനാനെയും ഉക്സിയാവെയും തന്നെ അങ്ങനെ അങ്ങ് നോക്കി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാർക്ക് യാവോ നൈനാനോട് പറഞ്ഞു, ഒരാളെ ബലി കൊടുത്തിട്ട് രണ്ടുപേരെ കൊല്ലാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. മാർക്ക് പറഞ്ഞ ആ വാചകത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചാങ്മാങ്ങിനെ ബലിയർപ്പിച്ചുകൊണ്ട് മാർക്ക് ഉക്സിയാവെയും അതുപോലെ നൈനാനെ കൊല്ലാൻ പോവുകയാണ്. അത് കേട്ടതും ഉക്സിയാവോ മാർക്കിനെതിരെ ഒന്നുകൂടെ കുതിച്ചു. നൈനാനും മാർക്കിനെതിരെ കുതിച്ചു. ഈ സമയത്ത് അവർ രണ്ടുപേരും കുറെ കൂടി പ്രിപ്പയർഡാണ്. അവരുടെ കയ്യിൽ മാന്ത്രിക ആയുധങ്ങളുടെ വൻ ശേഖരമുണ്ട്. ആ ആയുധങ്ങളുമായിട്ടാണ് അവർ മാർക്കിനെതിരെ കുതിച്ചത്. അതേ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ഓർഡർ പ്രകാരം എൻ്റെ ടീമും മാർക്കിനെതിരെ കുതിച്ചിരിക്കുകയാണ്. കുതിച്ചു വരുന്നവരൊക്കെയും ട്രൂ സെയിന്റുകളാണ്. 8th ലെവലിലും 9th ലെവലിലുമുള്ള ആ ട്രൂ സെയിന്റുകൾ ഒന്നിച്ച് അതിശക്തമായി മാർക്കിനെ ആക്രമിക്കുമ്പോൾ ബാക്കിയുള്ള ട്രൂ സെയിന്റുകൾ ആ ബൗണ്ടറി പൂർണ്ണമായും കീപ്പ് ചെയ്യാണ്. ഒരു കാരണവശാലും അവിടെ നടക്കുന്ന ഫൈറ്റ് പുറത്താരും അറിയാൻ പാടില്ല. ആ ഫൈറ്റ് പുറത്തറിഞ്ഞാൽ ബാക്കിയുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ അറിയും. ബാക്കിയുള്ള 7 കുടുംബങ്ങളെയും അറിയിക്കാതെയാണ് യഥാർത്ഥത്തിൽ നൈനാനും ഉക്സിയാവും ചേർന്ന് ജീനയെ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജീനയുടെ കുടുംബത്തിന്റെ സ്വത്ത് അത് മാത്രമാണ് അവരുടെ ടാർഗറ്റ്. ആ സ്വത്തിനെ കുറിച്ചും ജീനയെ കുറിച്ചുള്ള വിവരം ബാക്കിയുള്ള 7 കുടുംബത്തിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന നൈനാനും ഉക്സിയാവയും വളരെ ശ്രദ്ധാപൂർവമാണ് ആ ഫോർമേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ആ ഫോർമേഷൻ മാസ്റ്റേഴ്സ് മുഴുവൻ അതിശക്തമായി ആ ഫോർമേഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മാർക്ക് ഫെല്ലറും ആ 2 യോദ്ധാക്കളും തമ്മിലുള്ള ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. പെട്ടെന്ന് ഉക്സിയാവയും നൈനാനും ആ ട്രൂ സെയിന്റുകളും ഒന്നിച്ച് മാർക്കിനെ ആക്രമിച്ചതും മാർക്ക് ഫെല്ലർ ആ ബൂട്ടിന്റെയും ലൈൻ വേർഡ് ഫോർമുലയുടെയും സഹായത്താൽ കണ്ടഞ്ചിക്കുന്ന വേഗതയിൽ നൈനാന്റെ അടുത്തെത്തുകയും നൈനാന്റെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്ന ചാങ്മാങ്ങിനെ വലിച്ചെടുത്ത് തന്റെ സുമേരു റിങ്ങിനകത്തേക്ക് എറിയുകയും ചെയ്തു. അതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അങ്ങ് സംഭവിച്ചു. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ചാങ്മാങ്ങിനെ വലിച്ചെടുത്ത് എറിയുമെന്ന് നൈനാൻ ഒരിക്കലും കരുതിയിരുന്നല്ല. പക്ഷെ നൈനാൻ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തു എന്ന് പറയാം. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതുകൊണ്ടൊന്നും കാര്യമില്ല. അവന്റെ സോളിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അറിയാം. അവനിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവൻ എവിടെ പോയാലും മാർക്ക്, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവൻ അവസാനിക്കും. മാർക്ക് അതിന് മറുപടി പറയാതെ ഒരൊറ്റ ഇടി. മാർക്കിന്റെ അതിശക്തമായ പഞ്ച് നൈനാന്റെ ബോഡിയിൽ പതിക്കുമെന്ന് ആയ ആ നിമിഷത്തിൽ ഉക്സിയാവോ തന്റെ കയ്യിലെ ആ കത്തി കൊണ്ട് സൃഷ്ടിച്ച പ്രകാശത്താൽ ആ മാർക്കിന്റെ പഞ്ചിനെ തടുത്തു. മാർക്കിന്റെ ആ പഞ്ചിനെ ഉക്സിയാവോ തടുത്തതും നൈനാൻ ഒന്ന് പുറകോട്ട് മാറിയിട്ട് അയാളുടെ ഇടത് കൈയൊന്ന് ഉയർത്തിയതും വായുവിൽ ഒരു ശവപ്പെട്ടി പ്രത്യക്ഷപ്പെട്ടു. ആ ശവപ്പെട്ടി മാർക്ക് നോക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്ന് അതിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. അതിശക്തനായ ഒരു യോദ്ധാവിന്റെ ഡെഡ് ബോഡിയാണ് ആ ശവപ്പെട്ടിക്കകത്തുള്ളത്. ആ ഡെഡ് ബോഡിക്കാരൻ നേരത്തെ ട്രിബുലേഷൻ ലെവലിലായിരുന്നു എന്ന് ആ ബോഡി പുറത്തു വന്നപ്പോൾ തന്നെ മാർക്കിന് മനസ്സിലായി. അതിശക്തനായിരുന്ന ഒരാളുടെ മരണശേഷം അയാളുടെ ഡെഡ് ബോഡി ചില പ്രക്രിയകൾ വഴി സൂക്ഷിച്ചിരിക്കുകയാണ് ആ യാവോ കുടുംബം. യാവോ കുടുംബത്തിന്റെ യാവോ നൈനാൻ ആ യാവോ കുടുംബത്തിന്റെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ആ ഡെഡ് ബോഡി വരെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ പണ്ട് അവിടെ പൈറോയിൽ വെച്ച് ആ മാസ്ക് വെച്ച സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന 2 ആളുകളുടെ ഡെഡ് ബോഡി ഉപയോഗിച്ച അതേ ശൈലിയിൽ ഇവിടെ ഇതാ യാവോ നൈനാൻ ആ ഡെഡ് ബോഡി ഉപയോഗിക്കുകയാണ്. ആ ഡെഡ് ബോഡിയുടെ ഓറയും യാവോ നൈനാന്റെ ഓറയും ഒന്നിച്ച് കൂടിച്ചേർന്നതും ശരിക്കും അതിശക്തമായ ഒരു ഓറ മാർക്ക് ഫെല്ലറെ ബുദ്ധിമുട്ടിക്കത്തക്ക ശൈലിയിൽ അങ്ങനെ ഉയർന്നു വന്നതും
ഉക്സിയാവോ അയാളുടെ കയ്യിലിരുന്ന കത്തി ഇങ്ങ് മാറ്റി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി മാറി ഇപ്പൊ അയാളുടെ കയ്യിൽ ഒരു വാള് വന്നിരിക്കുകയാണ്. ആ വാള് ശരിക്കും തുരുമ്പ് പിടിച്ചിരിക്കും പോലെയാണ്. ഉക്സിയാവോ ആ വാള് വലത് കൈ പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ആ വാളിലൊന്ന് തട്ടി. ശരിക്കും ആ വാളിൽ അയാളങ്ങ് തട്ടിയതും ആ വാളിൽ നിന്ന് ആ തുരുമ്പ് പോലുള്ള പദാർത്ഥങ്ങൾ അടർന്ന് താഴേക്ക് വീഴുകയാണ്. ഉക്സിയാവയും നൈനാനും ഇപ്പോ വായുവിൽ നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറും വായുവിലാണ്. തൊട്ട് താഴെ അവർ വളഞ്ഞുകൊണ്ട് ആ ട്രൂത്ത് സൈനികൾ നിൽപ്പുണ്ട്. ഇവർക്കാർക്കും ആ ഏരി വിട്ടുപോകാൻ പറ്റാത്ത ശൈലിയിൽ അതിശക്തമായ ഫോർമേഷൻ അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഫോർമേഷൻ തകർക്കാതെ ആർക്കും അവിടുന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. മാർക്ക് തന്റെ ഇടതും വലുതുമുള്ള ആളുകളെ നോക്കി. ഉക്സിയാവയുടെ ആ വാള് ഉക്സിയാവോ അങ്ങനെ ആ പൊടി തട്ടിയതും ഒന്ന് തിളങ്ങി തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ തിളക്കം പെട്ടെന്ന് വർദ്ധിച്ചു. പെട്ടെന്നാണ് അയാൾ നിൽക്കുന്ന ഭാഗത്ത് അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് ഉണ്ടായത്. ആ സോഡ് ലൈറ്റ് സകല സംഭവങ്ങളെയും കീറിമുറിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണെന്ന് ആ സോഡ് ലൈറ്റ് കാണുമ്പോൾ തന്നെ ആർക്ക് മനസ്സിലാവും. അതിശക്തമായ പ്രകാശം ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ മറുഭാഗത്ത് ആ ഡെഡ് ബോഡിയുമായി നിൽക്കുന്ന യാവോ നൈനാൻ ആ കൈയൊന്ന് ഉയർത്തി. അയാൾ കൈ ഉയർത്തിയതും അയാളുടെ പുറകിൽ നിൽക്കുന്ന ആ ഡെഡ് ബോഡിയുടെ കൈയും അതുപോലെ ഉയരുകയാണ്. ആ ഉയർത്തിയ കൈ യാവോ ഒന്ന് പുറകോട്ട് മാറ്റുമ്പോൾ ആ പുറകോട്ട് മാറിയ കൈ പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് യാവോ അതിശക്തമായി മുന്നോട്ടൊന്ന് പഞ്ച് ചെയ്തു. ആ നിമിഷത്തിൽ അതിന്റെ റിഫ്ലക്ഷൻ ആ ഡെഡ് ബോഡിയുടെ കയ്യിലും ഉണ്ടായി. തൽഫലമായി അതിശക്തമായ ഒരു പ്രകാശ ബീം മാർക്ക് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന് നേരെ ആ പ്രകാശ ബീം പാഞ്ഞു വരുമ്പോ മറുഭാഗത്ത് ഉക്സിയാവോ ആ വാള് ആകാശത്ത് ഒന്ന് ചുഴറ്റിന്ന് പറയാം. ഒരിക്കലല്ല, അനവധി തവണ. തൽഫലമായി ഇഷ്ടം പോലെ മിന്നലുകൾ മാർക്കിന് നേരെ പാഞ്ഞു വന്നു തുടങ്ങി. മാർക്ക് ഇനി നിനക്ക് രക്ഷയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉക്സിയാവോ ആ വാളുകൊണ്ട് വായുവിൽ തലങ്ങും വിലങ്ങും വെട്ടിയത്. അനവധി മിന്നലുകൾ മാർക്കിന് നേരെ ഉക്സിയാവോയുടെ ഭാഗത്തുനിന്നും പ്രകാശ ബീം യാവോയുടെ ഭാഗത്തുനിന്നും പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലറുടെ ഇടം കൈ ഒന്ന് ജ്വലിച്ചു. മാർക്കിന്റെ കയ്യിലുള്ള ആ സൂലിൻ ഗ്ലൗ ഒന്ന് ജ്വലിച്ചതും അതിനകത്തേക്ക് ശക്തമായ പ്രകാശം ഇരച്ചു കയറുകയാണ്. ചുവപ്പ് നിറത്തുള്ള ആ പ്രകാശം പെട്ടെന്ന് മാർക്കിന് ചുറ്റും ഒരു മറ അങ്ങ് തീർത്തു. സുവലൻ ഷീൽഡ് എന്ന് പറയാം. ആ സുവലൻ മാർക്കിന്റെ അറ്റാക്ക് സംവിധാനവുമാണ്, അതേസമയത്ത് ഡിഫൻസ് സംവിധാനവുമാണ്. ആ ഷീൽഡ് മാർക്കിന് ചുറ്റും ശക്തമായി അങ്ങനെ ഉണ്ടായ ആ നിമിഷത്തിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള അറ്റാക്കും മാർക്കിന്റെ ആ ഷീൽഡ് വന്നിടിച്ചു. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശ വിസ്ഫോടനം ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായി. ഈ ഫോർമേഷന് പുറത്ത് മൂൺ പവലിയനകത്ത് ഒരു മുറിയിൽ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്ന ടെങ് സിന്നർ പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്ന ടെങ് സിന്നർ ആ നിമിഷം അയാളുടെ ബോഡി ഒന്ന് ചലിപ്പിച്ചതും അയാൾ ആ വാതിൽ പോലും തുറക്കാതെ ആ മുറിയിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായി എന്ന് പറയാം. ടെങ് സിന്നർ മൂൺ പവലിയിൽ നിന്ന് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് കുതിക്കുമ്പോൾ ഇവിടെ മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ഇടിച്ചു കയറിയ ആ പ്രകാശം അങ്ങ് ചിതറുമ്പോൾ യാവോ നൈനാനും അതുപോലെ ഉക്സിയാവയ്ക്കും ഒരു അമ്പരപ്പ് തോന്നി. പക്ഷെ ആ അമ്പരപ്പ് പെട്ടെന്ന് അങ്ങ് വർദ്ധിച്ചു. അതിന്റെ കാരണം ആ ചിതറിയ പ്രകാശത്തെ പൂർണ്ണമായും മാർക്ക് ഫെല്ലർ അങ്ങ് വലിച്ചെടുത്തതാണ്. രണ്ടുപേരുടെയും ഊർജത്തെ അവർ പ്രകാശമാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് മാർക്ക് ഫെല്ലറെ ആക്രമിച്ചത്. ആ പ്രകാശ ഭീമിനെയും അതുപോലെ ആ മിന്നലുകളെയും ഷീൽഡ് ഉപയോഗിച്ച് തടുത്ത മാർക്ക് ഫെല്ലർ ആ പ്രകാശം തകർന്നതും അത് ഊർജമായി മാറിയിരുന്നു. ആ ഊർജത്തെയാണ് മാർക്ക് ഫെല്ലർ വലിച്ചെടുക്കുന്നത്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ പ്രകാശ ഊർജം മാർക്കിന്റെ ബോഡിയിൽ അങ്ങ് ലയിച്ചു. ആ കാഴ്ച നൈനാനെയും അതുപോലെ ഉക്സിയാവയും ഞെട്ടിച്ചതിന് അതിരുകളില്ല. ടെറിഫിക്. അറിയാതെ ഉക്സിയാവ പറഞ്ഞു പോവുകയാണ്. പക്ഷെ അങ്ങനെ പറയാനുള്ള സമയം നൈനാന് കിട്ടിയില്ല. നൈനാൻ ആ അമ്പരപ്പിൽ നിന്ന് ഉണരുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഇടം കൈ അവന്റെ കഴുത്തിലിരിക്കുകയാണ്. മാർക്ക് അവന്റെ കഴുത്തിൽ പിടിമുറുക്കിയത് ശരിക്കും അവൻ അറിഞ്ഞില്ല എന്നാണ് സത്യം. അവന്റെ പുറകിലുണ്ടായിരുന്ന ആ ഡെഡ് ബോഡിയെ കാണാനുമില്ല. മാർക്ക് അവിടേക്ക് എത്തിയ നിമിഷത്തിൽ മാർക്കിന്റെ ആ ലാവ നിറച്ച കൈ ഒറ്റയിടിക്ക് ആ ഡെഡ് ബോഡിയെ ദൂരേക്ക് തെറിപ്പിച്ചിരുന്നു. ട്രിബുലേഷൻ ലെവലിലുള്ള ഒരു യോദ്ധാവിന്റെ ഡെഡ് ബോഡിയാണത്. പക്ഷേ യഥാർത്ഥ ബോഡി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ആ പഞ്ചിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ആ ട്രിബുലേഷൻ ഡെഡ് ബോഡിക്ക് ഇല്ലായിരുന്നു എന്നാണ് സത്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴേക്കും നൈനാന്റെ കഴുത്ത് മാർക്കിന്റെ കയ്യിൽ അമർന്നിരുന്നു. അവൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് അവന്റെ കവളിൽ ഒരു ഒറ്റയാടി. ശരിക്കും മാർക്ക് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവൻ അടിക്കാൻ ഒരു കാരണമുണ്ട്. ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് മാർക്കിനെ ആക്രമിക്കുമ്പോൾ അവനൊരു ഡയലോഗ് പറഞ്ഞു. അത് എമിലിയും മാർക്കിനെയും ചേർത്താണ്. എമിലി ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന ശൈലിയിൽ അവൻ ഡയലോഗ് പറഞ്ഞ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചത്. മാർക്ക് അവന്റെ കവളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ആ കാഴ്ച ഉക്സിയാവയും കണ്ടു. ഉക്സിയാവയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ തുരുതുര മാർക്കിന്റെ കൈ
നയനന്റെ കവിൾ തലങ്ങും വിലങ്ങും പതിഞ്ഞു തുടങ്ങി. ശരിക്കും അവന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മാർക്ക് അടിക്കണം. 1, 2, 3, 4 തുരുതുര അടി വീണതും നയനന്റെ ആ കവിളങ്ങ് വേർത്തു വരികയാണ്. അവനൊരു ട്രൂ സെയിന്റ് ആണ്. 9th ലെവലിലേക്ക് കടന്നിരിക്കുന്ന ട്രൂ സെയിന്റ് ആണ്. അതിശക്തനാണ്. അവനെയാണ് കൊച്ചുകുട്ടികളെ പിടിച്ചു നിർത്തി അടിക്കും പോലെ മാർക്ക് തുരുതുര അടിക്കുന്നത്. മാർക്ക് ഓരോ തവണ അടിക്കുമ്പോഴും മാർക്കിന്റെ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. മാർക്ക് പെട്ടെന്ന് ആ അടിയെ നിർത്തിയിട്ട് വലത് കൈ ഒന്ന് ഉയർത്തി. ഒറ്റയിടിക്ക് ആ മുന്നിലുള്ള തല തകർക്കാനുള്ള ദേഷ്യം മാർക്കിനുണ്ട്. മാർക്കിന്റെ ആ കൈ പുറകോട്ട് മാറി ഒന്ന് നയനനെ ആഞ്ഞിടിക്കാൻ പോയതും അവർക്കിടയിലൂടെ ഒരു മിന്നലെങ്ങനെ കടന്നുപോയി. ശക്തമായ ആ സോൾ പ്രകാശത്തിൽ മാർക്ക് ഫെല്ലർ പുറകോട്ട് തെറിച്ചു. അമ്പരപ്പിക്കുന്ന പവറായിരുന്നു ആ പ്രകാശത്തിന്. മാർക്ക് ആ പ്രകാശത്തിന്റെ സോഴ്സിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. സാക്ഷാൽ ടെങ് സിന്നർ അവർക്ക് നേരെ പാഞ്ഞു വരികയാണ്. അങ്ങ് ദൂരത്ത് തന്നെ ടെങ് സിന്നർക്ക് ആക്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ പാത്ത് ഓഫ് ഹെവനിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ടെങ് സിന്നർ. അവന് അതുകൊണ്ട് തന്നെ മറ്റെല്ലാരെക്കാളും കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അവസരം കൂടുതൽ കിട്ടി. ഹെവൻ പൂർണ്ണമായി അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അവൻ അതുകൊണ്ട് തന്നെ ആ പാത്ത് ഓഫ് ഹെവൻ അനുവദിച്ചിരിക്കുന്ന മുഴുവൻ ശക്തി നേടാൻ പറ്റിയിരിക്കുകയാണ്. ഇപ്പോ നിലവിലുള്ള പാത്ത് ഓഫ് ഹെവനിൽ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ട്രൂ സെയിന്റിന്റെ ആ 9th ലെവലിന്റെ പീക്കാണ്. അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ടെങ് സിന്നർ. ആ ടെങ് സിന്നറുടെ സോഡ് ലൈറ്റ് ആണ് മാർക്കിനെ അവിടെ നിന്ന് തെറിപ്പിച്ചത്. മാർക്ക് ഏതാനും അടി പുറകോട്ട് മാറി. മാർക്ക് പുറകോട്ട് മാറിക്കഴിഞ്ഞതും ടെങ് സിന്നർ അവിടെ എത്തിക്കഴിഞ്ഞു. ഇടതുവശത്ത് ഗുരുതരമായി പരിക്കേറ്റ് യാവോ നയനാനും അതുപോലെ പരിക്കുകളോടെ മറുഭാഗത്ത് നീ ഉക്സിയാവയും ഉണ്ട്. അവർ രണ്ടുപേരും ടെങ്ങിനോട് പറഞ്ഞു, ബ്രദർ ആ മാർക്കിനെ വിടരുത്. അങ്ങനെ ആ രണ്ടാളുകളും പറഞ്ഞതും സിന്നർ മാർക്കിനെ നോക്കി. മാർക്ക് ഫെല്ലർ, നീ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ വന്ന സ്ഥിതിക്ക് ഇനി നിന്റെ പ്രാക്ടീസ് ഒക്കെ ഇവിടെ മതി. നീ ഇനി ഇവിടുന്ന് വേറെ എങ്ങോട്ടും പോട്ട. നിന്നെ ആരും ശല്യം ചെയ്യില്ല. അങ്ങനെ സിന്നർ പറഞ്ഞതും മാർക്ക് സിന്നറോട് പറഞ്ഞു, സിന്നർ, അത് തീരുമാനിക്കേണ്ടത് നീ അല്ലല്ലോ. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ തന്റെ ഇടത് കൈ ഒന്ന് ഉയർത്തിയിട്ട് തറയിലേക്ക് ആഞ്ഞൊരൊറ്റയാടി. ആ നിമിഷത്തിൽ ആ കോണ്ടിനെന്റിന്റെ ഉള്ളിൽ എവിടെയോ നിന്ന് ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായെന്ന് പറയാം. അവിടെ നിന്ന് ലാവ മാർക്കിന്റെ കയ്യിലേക്ക് അങ്ങനെ ഇരച്ചു കയറി. മാർക്കിന്റെ കയ്യിലേക്ക് ആ ലാവ അങ്ങനെ ഇരച്ചു കയറുന്ന ആ നിമിഷത്തിലാണ് ടെങ് സിന്നറുടെ അതിശക്തമായ ആ സോഡ് ഒരിക്കൽ കൂടി മാർക്കിന് നേരെ പാഞ്ഞു വന്നത്. ആ സോഡ് ലൈറ്റ് മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് തന്റെ സെയിന്റ് ബോഡി ടെക്നിക്കും ആ സൂലൻ കവറിംഗ് ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ട് ടെങ് സിന്നറുടെ ആ വാള് സൃഷ്ടിച്ച പ്രകാശം മാർക്കിന്റെ പുറത്ത് ആഴത്തിലാണ് മുറിവുണ്ടാക്കിയത്. ആ മുറിവ് ആഴത്തിൽ ഉണ്ടായ അതേ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ തറയിൽ നിന്ന് ആ ലാവ മുകളിലേക്ക് കൊണ്ടുവന്നത്. ആ ലാവ മുകളിലേക്ക് വന്നതും മാർക്ക് പെട്ടെന്ന് ആ കൈയൊന്ന് അനക്കി. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും കീറി മുറിഞ്ഞിരിക്കുന്ന ആ നിമിഷത്തിൽ മാർക്ക് ആ ലാവ ഒന്ന് തെറിപ്പിച്ചതും ആ എൻറ്റയർ പ്രദേശവും അതിശക്തമായ ഒരു ചുവന്ന പ്രകാശത്തിലും ചൂടിലും അങ്ങ് പെട്ടു എന്ന് പറയാം. പെട്ടെന്ന് മാർക്കിന് ചുറ്റുമുള്ള എൻറ്റയർ ഫോർമേഷനും ആ ലാവയുടെ ശക്തമായ ചൂടിലും പ്രകാശത്തിലും ഏതാണ്ട് കരിഞ്ഞില്ലാതായി. ആ നിമിഷത്തിൽ യാവോ നയനാനെയും അതുപോലെ ഉക്സിയാവയും അവിടുന്ന് പൊക്കിക്കൊണ്ട് ടെങ് സിന്നർ ആ ഫോർമേഷൻ മുകളിലൂടെ പുറത്ത് കടക്കുകയും ചെയ്തു. ആ ഫോർമേഷൻ പൊടിഞ്ഞ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും അവിടുന്ന് മുന്നോട്ട് കുതിച്ചു. കണ്ണ് അടച്ച് തുറക്കും മുമ്പേ മാർക്ക് ഫെല്ലർ സ്ഥലം വിട്ട് കഴിഞ്ഞു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് ആ എൻറ്റയർ മേഖലയും കത്തി അമരുമ്പോൾ അവിടേക്ക് ഷീ കുടുംബത്തിലെ ക്യുൻജിങ്കും ഓടിയെത്തി. ശബ്ദം കേട്ട് മൂൺ പവലിയിൽ നിന്ന് അയാൾ ഓടിയെത്തിയതാണ്. അയാൾ മാത്രമല്ല, ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് ആരോടും എത്തിയിട്ടുണ്ട്. പല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ആളുകളും ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തുകയാണ്. അവിടെ ആ ഓടിയെത്തുമ്പോൾ സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് പുറത്ത് അവർ സൃഷ്ടിച്ചിരുന്ന ആ സ്പെഷ്യൽ റീജിയൻ ഏതാണ്ട് പൂർണ്ണമായും കത്തി അമർന്നിരിക്കുകയാണ്. ശക്തമായ ലാവ ആ ഭാഗമൊക്കെ കത്തിച്ച് ഇപ്പോൾ കല്ലുകളായി മാറിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഓടി വന്ന ആൾക്കാർക്ക് ഒരു പിടിയില്ല. അവിടെ ഒരുപാട് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിൽ ചില അവശിഷ്ടങ്ങളൊക്കെ കാണാനുണ്ട്. നേരത്തെ യാവോ കുടുംബത്തിന്റെയും നയനൻ കുടുംബത്തിന്റെയും ഒത്തിരി ആളുകൾ ആ ഫോർമേഷന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വെറും ഓർമ്മകളായി മാറിയിരിക്കുകയാണ്. കഷ്ടിച്ച് സംസാരിക്കാൻ കഴിയുന്ന പരുവത്തിലുള്ള നൈനാൻ ടെങ് സിന്നറോട് പറഞ്ഞു, താങ്ക് യു ബ്രദർ, താങ്ക് യു. നൈനാൻ സിന്നറോട് താങ്ക്സ് പറയുമ്പോൾ ഷീ കുടുംബത്തിന്റെ ക്യുൻജിങ് നൈനാനോട് ചോദിച്ചു, നൈനാൻ, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? നൈനാൻ അതിന് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുമ്പോൾ ഉക്സിയാവോ ക്യുൻജിങ്ങിനോട് പറഞ്ഞു, ക്യുൻജിങ്, ഞങ്ങൾക്ക് ഒരു രഹസ്യ വിവരം കിട്ടി. ആ വിവരം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി
മാർക്കിനെ ഞങ്ങൾ കെണി പിടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. എന്ത് രഹസ്യവിവരമാ നിങ്ങൾക്ക് കിട്ടിയത്? ആ ചോദ്യം ആരോണ്ട് വകയാണ്. ആരോൺ, ആ മാർക്കിനൊപ്പമുള്ള ജീനയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ ജീന യഥാർത്ഥത്തിൽ ഹോളി റീജിയനിലെ ജി കുടുംബത്തിന്റെ അവസാന കണ്ണിയാണ്. ജി കുടുംബത്തിന്റെയോ? അതെ, ജി കുടുംബത്തിന്റെ. ശരിക്കും അത് ആരോൺ ബ്ലാക്കിനെ മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. ആ ജി കുടുംബം ഒരു ഘട്ടത്തിൽ ആ 9 അരിസ്റ്റോക്രാറ്റിക് ഡേറ്റ് കുടുംബങ്ങളെക്കാളും ശക്തരായിരുന്നു. അവരാണ് അന്ന് ഹോളി റീജിയനെ ആക്രമിച്ച ഡീമൺ ബീസ്റ്റുകളെ മുഴുവൻ പരാജയപ്പെടുത്തിയത്. പക്ഷെ ഹോളി റീജിയനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ കൂടി ഒരു കെണി ഒരുക്കി ആ കെണിയിൽ ജി കുടുംബത്തിലെ ആളുകളെ ഇല്ലാതാക്കിയായിരുന്നു. ബാക്കിയുള്ള ആളുകളെ അവരവിടെ നിന്ന് പറക്കറ്റിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ നാട് കടത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ ജീന. ആ ജീനയെ നാട് കടത്തപ്പോൾ അവളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം അവർക്കൊക്കെ അറിയാം. ഇപ്പൊ പക്ഷേ കഥ വ്യക്തമാവുകയാണ്. അവള് ആ സ്വത്തുക്കളൊക്കെ ഒളിച്ച് പറകേട്ടറിയിലേക്ക് കടത്തിയിരിക്കുകയാണ്. ജീനയെ കിട്ടിയാൽ പറകേട്ടറിയിലാണോ ആ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാം. അതല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതും അറിയാം. ജീനയെ കിട്ടണം. ഒക്സിയാവോ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആരോൺ ഒക്സിയാവോട് പറഞ്ഞു, ഏയ് ഒക്സിയാവോ, നിന്റെ നീ കുടുംബവും നൈനാന്റെ യാവോ കുടുംബവും ഗുരുതരമായ ഒരു തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യാവോ കുടുംബത്തിൽ നിന്ന് ആ സെലസ്റ്റിയൽ ബോഡി ഇവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്തു മാർക്ക് ഫെല്ലറെ പിടികൂടാൻ. അതെന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല. അതുപോലെ പിന്നെയും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ കൂട്ടായ്മയ്ക്ക് എതിരാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ജീനയുടെ സ്വത്തുക്കൾ വിഭജിക്കുമ്പോൾ അതിൽ നിങ്ങൾക്കുള്ള ഭാഗം ഞങ്ങൾ കുറയ്ക്കും. ഏയ് ആരോൺ, നീ എന്തായി പറയുന്നത്? അതങ്ങനെ ശരിയാവും? നൈനാൻ പൊട്ടിത്തെറിച്ച് അങ്ങനെ ചോദിച്ചതും ആരോൺ നൈനാനോട് പറഞ്ഞു, നൈനാൻ, ഇത് ഞാൻ മാത്രമായി എടുത്ത ഡിസിഷൻ അല്ല, ഞങ്ങൾ കൂട്ടായിട്ട് എടുത്ത ഡിസിഷനാണ്. ചതി അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ചതിച്ചാൽ അതിന് ഒരു ശിക്ഷ ഉറപ്പായി ലഭിക്കും. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ കൂടി ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ആ പറകേറ്ററിയിൽ എത്തിയത്. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കുക എന്നുള്ളത് അവിടെ ഒരു ലക്ഷ്യമാണ്. മറ്റേ ലക്ഷ്യം അവിടെയുള്ള സ്വത്തുക്കൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അവരുടെ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് ലേശം മാറി നിൽക്കുന്ന ഒന്നാണ്. അവരുടെ പ്രധാന ലക്ഷ്യം മനുഷ്യവംശത്തെ ആക്രമിക്കുന്ന മറ്റ് ഏലിയനുകളെ നേരിടുകയും തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഡീമൺ റേസും ഗോസ്റ്റ് റേസും മോൺസ്റ്റർ റേസും എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന റേസുകൾ ഏലിയനുകളായി മനുഷ്യവംശത്തെ ആക്രമിക്കുകയാണ്. ആ ആക്രമണം അവിടെ പറകേറ്റിൽ വെച്ച് തടുത്തില്ലെങ്കിൽ നാളെ അത് ഹോളി റീജിയനിലെത്തും. ഹോളി റീജിയനിൽ അത് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഒരു കൂട്ടം യുവാക്കളെ ഇവിടേക്ക് ഹോളി റീജിയനിൽ നിന്ന് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിയ അവർ കൊള്ളയടിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ കൊള്ള ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേർ വേറെ കൊള്ള അതിനിടയ്ക്കര് നടത്തിയാൽ അതെങ്ങനെ അനുവദിക്കാൻ പറ്റും? ആരോൺ ബ്ലാക്ക് തന്റെ ആശയം വ്യക്തമാക്കുകയാണ്. നൈനാനും ഉക്സിയാവയ്ക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ഇവിടെ രംഗം ഇങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫെല്ലർ അവിടെ ആ സ്കൈ സിറ്റിയിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞു. സ്കൈ സെക്ഷനിലേക്ക് മടങ്ങിയെത്തിയ മാർക്ക് ഫെല്ലർ ചാങ്മാങ്ങിനെ പരിശോധിച്ചു. ചാങ്ങിന്റെ ബോഡി ശരിക്കും ഇപ്പോൾ വീക്കാണ്. ചാങ്ങിന്റെ ബോഡി മാർക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. ചാങ് ഒന്ന് വിറച്ചു തുടങ്ങി. അവിടെ ആ സോളിറ്ററി ക്ലൗഡ് സെക്ഷനകത്ത് യാവോ നൈനാൻ അവന്റെ കൈവശമുള്ള ആ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. അവന് ചാങ് എവിടെയാണെങ്കിലും ചാങ്ങിനെ നിയന്ത്രിക്കാനും കൊല്ലാനും പറ്റും. സകല ആളുകളും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചുറച്ചതുകൊണ്ടാണ് അവൻ ചാങ്ങിനെ കൊല്ലാൻ തീരുമാനിച്ചത്. ചാങ് പിടയുന്ന കണ്ടതും മാർക്ക് ഫെല്ലർക്ക് കാര്യം മനസ്സിലായി. മാർക്ക് പെട്ടെന്ന് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടി അതിവേഗം അങ്ങ് തുറന്നു. ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് മാർക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ചാങ്മാങ്ങിനെ ആ ബോഡി അങ്ങ് പ്ലേസ് ചെയ്തു. ആ ശവപ്പെട്ടിയുടെ മൂടി അടഞ്ഞതും ആ ശവപ്പെട്ടി ആ പെട്ടിക്കകത്തേക്ക് ഒരു ഫോറിൻ വസ്തു അതിക്രമിച്ച് കയറിയത് മനസ്സിലാക്കിയത് ഉണ്ടാവാം. ആ സുമേരു റിങ്ങിനകത്ത് ആകാശത്തേക്ക് അങ്ങ് ഉയർന്നു. ഇപ്പോൾ സുമേരു റിങ് വലിയൊരു സ്ഥലമാണ്. ആ പെട്ടി അങ്ങനെ വായുവിൽ തങ്ങി നിൽക്കുകയാണ്. ആ പെട്ടി വായുവിൽ തങ്ങി നിൽക്കുമ്പോൾ അങ്ങ് അകലെ ആ സോളിറ്ററി ക്ലൗഡ് സെക്ഷനിൽ മൂൺ പവലിയനിലെ തന്റെ മുറിയിലിരുന്ന് ചാങ്മാങ്ങിനെ കൊല്ലാൻ ശ്രമിച്ച യാവോ നൈനാൻ ഒന്ന് പരിങ്ങി. അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ അടുത്ത് ഷീ കുടുംബത്തിലെ ക്യുൻജിങ് ഉണ്ട്. ക്യുൻജിങ്ങിന്റെ കയ്യിലിരുന്ന ആ സ്ഫടികം വാങ്ങിച്ചിട്ടാണ് നൈനാൻ മാർക്കിനെ കൊല്ലാൻ നോക്കിയത്. ഷീ കുടുംബത്തിന്റെ ആ സ്കൈ വാട്ടർ പ്രിസനകത്ത് ഒരാളെ അടയ്ക്കുമ്പോൾ അയാളുടെ പുറത്ത് അവരൊരു അടയാളം ഉണ്ടാക്കും. ആ അടയാളം ആ വ്യക്തിയുടെ സോളുമായി കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവൈൻ സെൻസുമായി കണക്റ്റഡ് ആവും.
സാധാരണ ആളുകളുടെ ഡിവൈൻ സെൻസിനെയാണ് അവർ നിയന്ത്രിക്കുന്നതെങ്കിൽ അതിശക്തരായ യോദ്ധാക്കളുടെ സോളിനെ തന്നെ അവർ നിയന്ത്രിക്കും. ആ സോള് നിയന്ത്രിക്കുന്ന സ്ഫടികം ഷീ കുൻജിങ് പെട്ടെന്ന് നയനാന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു. അയാൾ ആ സ്ഫടികത്തിൽ അയാളുടെ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആ സ്ഫടികത്തിലൂടെ അയാൾ ഉദ്ദേശിക്കുന്ന ആളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അയാൾ എത്ര ശ്രമിച്ചിട്ടും ചാങ് മാങ്ങിനെ തൊടാൻ പറ്റുന്നില്ല. ചാങ് മാങ്ങിന്റെ സോളിനെ ആരോ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കിക്കെടുത്തിരിക്കുകയാണ്. എങ്ങനെ വിളിച്ചാലും ഇവിടെ ആ ഷീ കുടുംബത്തിലെ ക്യുൻജിങ്ങിന് ആ സോളിനെ തൊടാൻ പറ്റുന്നില്ല. ഒരു മറ ചാങ് മാങ്ങിന്റെ സോളിനും അയക്കുമിടയിൽ ഉണ്ടായിരിക്കുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിക്കുള്ളിൽ ഒരു നിയന്ത്രണമുണ്ട്. സോളുകളെ നിയന്ത്രിക്കാൻ ആ മാസ്ക് വെച്ച സ്ത്രീക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. അവരുടെ മാസ്റ്റർ പീസാണ് ആ സോൾ ടോർമെന്റിംഗ് ടെക്നിക്. മാർക്ക് ഫെല്ലർ ആ ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചത്. മാർക്ക് ചാങ് മാങ്ങിന്റെ ആ സോളിനകത്തേക്ക് തന്റെ സോളിന്റെ ഒരു അംശം കയറ്റി വിട്ടിരുന്നു. മാർക്ക് ചാങ് മാങ്ങിന്റെ സോളിനകത്ത് കയറിയിട്ട് ചാങ് മാങ്ങിന്റെ സോളിനകത്ത് കയറി ചാങ് മാങ്ങിന്റെ സോളിനെ നിയന്ത്രിക്കുന്ന ആ എതിരാളിയെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഷീ ക്യുൻജിങ്ങിന് മനസ്സിലായി. അയാൾ ഉടൻ അവരുടെ ആ ഡിവൈൻ സോളിനെ മാർക്കിന്റെ സോളിന്റെ അഗാധതയിൽ അങ്ങ് ഒളിപ്പിച്ചു. മാർക്ക് എത്ര തിരിഞ്ഞിട്ടും ആ എതിരാളിയെ മാർക്കിന് കിട്ടിയില്ല. മാർക്ക് പെട്ടെന്ന് ആ സോളിൽ നിന്ന് പുറത്തിറങ്ങി. അകത്ത് ചാങ് മാങ്ങിന്റെ സോളിനുള്ളിലേക്ക് പതുങ്ങിയ ഷീ കുടുംബത്തിന്റെ ആ സോൾ നിയന്ത്രിക്കുന്ന വ്യക്തി സോൾ ക്യുൻജിങ് തന്റെ അടുത്ത് നിൽക്കുന്ന യാവോ നയനാനോട് പറഞ്ഞു, ആ ചാങ് മാൻ ആരാലോ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സാരമില്ല, എത്ര നേരം പ്രൊട്ടക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. ചാങ് മാങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്ക് അധികം നേരം ആ പ്രൊട്ടക്ഷൻ തുടരാൻ പറ്റില്ല. ആ പ്രൊട്ടക്ഷനെ മറികടക്കാനുള്ള ടെക്നിക്ക് ഷീ കുടുംബത്തിന്റെ കയ്യിലുണ്ട്. ആ ടെക്നിക്ക് അവരെടുക്കുന്നതോടുകൂടി ചാങ് മാങ്ങിന്റെ ആ ആത്മാവ് പിടികൊടുത്തേ പറ്റൂ. മാർക്ക് ഫെല്ലറുടെ ശ്രമഫലമായി ചാങ് മാങ്ങിന്റെ പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരമുണ്ടായി. മാർക്ക് സുമേരി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ എത്തിയത് വാങ് ഫെങ്ങിന്റെ അടുത്തേക്കാണ്. വാങ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? മാർക്ക്, 2 ലെവല് ഏതാണ്ട് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഓക്കെ വാങ്, നീ ആ ലെവലുകൾ ശക്തിപ്പെടുത്ത്, ഞാൻ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യട്ടെ. മാർക്ക് ഫെല്ലറുടെ പുറത്ത് അത്യാവശ്യം പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പരിക്കുകൾ സ്വയം ഭേദമാക്കാൻ ഇപ്പോൾ മാർക്കിന് പറ്റും. ആ പരിക്കുകൾ ഭേദമാകുന്നതിനൊപ്പം തന്നെ മാർക്കിന് കുറെ കൂടി ശക്തി വീണ്ടെടുക്കേണ്ടതുണ്ട്. മാർക്ക് അതിവേഗം കൾട്ടിവേഷനിലേക്ക് കടന്നു. മാർക്ക് ശക്തമായി കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ കൾട്ടിവേഷൻ കണ്ടു നിൽക്കുന്ന ജൂ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇവന്റെ ഈ ബോഡി ഇത് നമ്മളെ അമ്പരപ്പിക്കുകയാണല്ലോ. ജൂ യഥാർത്ഥത്തിൽ ഒരു 9th ലെവൽ ട്രൂ സെയിന്റായി മാറിയിരിക്കുകയാണ്. ആ ട്രൂ സെയിന്റിന്റെ കപ്പാസിറ്റിക്കും അപ്പുറത്ത് ഒരു കപ്പാസിറ്റി മാർക്ക് ഫെല്ലറിനുണ്ട്. മാർക്കാണെങ്കിൽ ഒരു 4th ലെവൽ കൾട്ടിവേറ്ററുമാണ്. ജൂ പറഞ്ഞത് കേട്ടതും അടുത്ത് നിൽക്കുന്ന അങ്കിൾ ഗുവാൻ ജൂവിനോട് പറഞ്ഞു, ഹേയ് ജൂ, മാർക്ക് ശക്തനായാലല്ലേ നമുക്ക് രക്ഷയുള്ളൂ. അതെ അതെ, എനിക്കും അതാ വേണ്ടത്. മാർക്ക് ഫെല്ലർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ ജീനയും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. മാർക്കിലാണ് അവരുടെ മുഴുവൻ പ്രതീക്ഷയും. ആ ഹോളി റീജൻകാര് ഒരു കാരണവശാലും ജീനയെ വെറുതെ വിടില്ല എന്നുള്ളത് ജീനയ്ക്ക് അറിയാം. ജീന മാർക്കിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ജൂവും അതുപോലെ അങ്കിൾ ഗുവാനും മെനക്കെട്ട് കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അവിടെ ഇപ്പോ ജൂവും അങ്കിൾ ഗുവാനും മാർക്കും മാത്രമാണ് ഒരു അറ്റാക്കിനെ എതിരിടാൻ പറ്റുന്ന ആളുകളായി ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ സാധാരണ കൾട്ടിവേറ്റേഴ്സോ സാധാരണ യോദ്ധാക്കളോ ഒക്കെയാണ്. ജീനയ്ക്കൊന്നും അതിശക്തരായ ഹോളി റീജൻകാരോട് എതിരിടാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. മാർക്കും എൽഡർ ഗുവാനും ജൂ ഒക്കെ ഭ്രാന്തമായി കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ മൂൺ പവലിയനകത്ത് ആ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബക്കാരും ഒരുമിച്ചിരിക്കുകയാണ്. അവര് പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ റിസൾട്ടിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവരങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ഇൻഫർമേഷൻ അവർ തേടിയെത്തി. അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് കേട്ടതും ആരോൺ ബ്ലാക്ക് എല്ലാവരോടും പറഞ്ഞു, ഇനി നമുക്ക് കാണാം എന്ത് സംഭവിക്കുമെന്ന്. ഇപ്പോ ആ യുദ്ധത്തിന്റെ നേതൃത്വം ബ്ലാക്ക് കുടുംബത്തിന്റെ ആരോൺ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യാവോ നൈനാനും ഒക്സിയാവോയാണ് ഇതുവരെ മാർക്കിനെ നേരിടാൻ താല്പര്യം കാണിച്ചിരുന്നത്. പക്ഷെ അത് ഇപ്പോ മാറുകയാണ്. സാക്ഷാൽ ആരോൺ ബ്ലാക്ക് ആ സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് വന്നു. ആരോൺ ബ്ലാക്ക് എല്ലാവരോടും പറഞ്ഞു, മാർക്ക് ശക്തനാണെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ എത്ര ശക്തനാണെങ്കിലും അവനെ നമുക്ക് തോൽപ്പിച്ചേ പറ്റൂ. അവന്റെ കയ്യിലുള്ള ആ സ്വത്തുക്കൾ നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുടെ ഒരു പൊതു ചിന്തയാണ് ബ്ലാക്ക് കുടുംബത്തിന് ആരോൺ ബ്ലാക്ക് പറഞ്ഞത്. പ്രകൃതിയിലെ സകല സമ്പത്തിന്റെയും
അധികാരി അവരാണ്. അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ സാധാരണ ആളുകൾക്ക് അവകാശപ്പെടാൻ പറ്റൂ. നല്ലതെന്തും അവർക്കുള്ളതാണ്. ശരിക്കും ഒരു വർണ്ണവ്യവസ്ഥയുടെ ഒരു മൈൻഡ് സെറ്റാണ് ഈ ബ്ലാക്ക് കുടുംബത്തിലെ ആരോൺ പ്രകടിപ്പിക്കുന്നത്. അയാളുടെ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് ബാക്കിയുള്ള ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കുള്ളത്. ആരോൺ ബ്ലാക്ക് അത് പറഞ്ഞതും ഷീ ക്യുൻജിങ് ആരോണ്ട് പറഞ്ഞു, അതെ നമുക്ക് അവകാശപ്പെട്ടത് അങ്ങനെ മാർക്ക് സ്വന്തമാക്കണ്ട. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിയ സാധനങ്ങളൊക്കെ മൂൺ പവലിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അവരറിഞ്ഞു. ഉടൻ ആരോൺ ബ്ലാക്ക് പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കേട്ടതും ടെങ് സിന്നർ എണീറ്റു. ഓക്കെ, ഞാൻ അങ്ങനെയെങ്കിൽ ആ സ്കൈ കോണ്ടിനെന്റിൽ കാണും. അങ്ങനെ അയാൾ പറഞ്ഞ നിമിഷത്തിൽ അയാൾ ബോഡി ഒന്ന് ചലിപ്പിച്ചതും അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തു പോയതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ്. ടെങ് സിന്നറെ പോലെ ശക്തനായ ഒരു യോദ്ധാവ് അവർക്കൊപ്പം ഉള്ളപ്പോൾ ഇനി ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ടെങ് സിന്നറുടെ ലക്ഷ്യം സ്വാഭാവികമായും ആ സ്കൈ സെക്ഷനാണ്. ഈ സമയത്ത് സ്കൈ സെക്ഷന് ചുറ്റുമായി ഫോർമേഷൻ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ് ഫെങ്. മാർക്ക് ഫെല്ലർ ആ മലയുടെ അടുത്തിരുന്ന് ശക്തമായി സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുകയാണ്. അതിന് മാർക്കിനെ സഹായിക്കുന്നത് ആ ക്യുനിൻ കുടുംബത്തിന്റെ ശക്തമായ ആ ഗ്രീൻ ട്രീയാണ്. ആ ഗ്രീൻ സ്പിരിച്വൽ ട്രീ ഇപ്പോൾ ആ സ്കൈ സെക്ഷനകത്ത് മാർക്ക് പ്ലാന്റ് ചെയ്തതോടുകൂടി ആ ഗ്രീൻ സ്പിരിച്വൽ ട്രീ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്പിരിച്വൽ എനർജി അവിടേക്ക് വലിച്ചെടുക്കുകയാണ്. ആ ഗ്രീൻ സ്പിരിച്വൽ ട്രീയുടെ പ്രത്യേകത അതാണ്. എവിടെ സ്പിരിച്വൽ എനർജി ഉണ്ടെങ്കിലും അതിന് അത് അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഫോർമേഷനകത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. മാർക്കിനായാലും ജൂനായാലും ക്യുനിനായാലും വാങ് ഫെങ്ങിനായാലും അങ്കിൾ ഗുവാനായാലും ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ലഭ്യമായതുകൊണ്ട് തന്നെ അവരൊക്കെ ആ കൾട്ടിവേഷനിൽ അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് മാർക്ക് കണ്ണു തുറന്നു. ശരിക്കും പരിചയമുള്ള ഒരു ഓറയുടെ സാന്നിധ്യമാണ് മാർക്ക് തിരിച്ചറിഞ്ഞത്. ആ ഓറയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും മാർക്ക് അതിവേഗം ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് ആ ഫോർമേഷന്റെ മുൻഭാഗത്തെത്തുമ്പോൾ അവിടെ അനവധി ആളുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും മുന്നിലുള്ള ആളിനെ മാർക്ക് കണ്ടു. അത് സാക്ഷാൽ ചാങ് റേ ആണ്. ചാങ് റേയെ മാർക്ക് ആദ്യമായി കാണുന്നത് ആ ഗോസ്റ്റ് മാൻഷനകത്തേക്ക് മാർക്ക് കടക്കുമ്പോഴാണ്. ആ ചാങ് റേയെ പിന്നീടും മാർക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ 8th ലെവലിൽ ചാങ് റേ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മല തന്നെ ഉണ്ട്. ചാങ് റേ മാർക്കിനെയും കണ്ടു. മാർക്കിനോടായി ചാങ് റേ പറഞ്ഞു, മാർക്ക് സോറി, എനിക്ക് നിന്നെ അറ്റാക്ക് ചെയ്യാതെ വേറെ മാർഗമില്ല. എന്റെ ബന്ധുക്കൾ ഹോളി റീജിയൻകാർക്കൊപ്പം തടവിലാണ്. മാർക്കിന് ചാങ് റേ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. മാർക്ക് പെട്ടെന്ന് ചാങ്ങിനോട് ചോദിച്ചു, ഏയ് ചാങ്, ഇവിടെ ഇപ്പോ എന്നെ അറ്റാക്ക് ചെയ്യുന്നതാണോ പ്രാധാന്യം? ഡീമൺ റേസും ഗോസ്റ്റ് റേസും മോൺസ്റ്റർ റേസും നമ്മുടെ മനുഷ്യരെ ഒന്നടങ്കം ഇല്ലാതാക്കാനായി കൂട്ടമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുകയാണോ വേണ്ടത്? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ മാർഗമില്ല. അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളെ വധിക്കും എന്ന് തന്നെയാണ് ആ ഹോളി റീജിയൻകാർ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള കാര്യം ചാങ് റേക്ക് നല്ല ഉറപ്പാണ്. ചാങ് റേ നേരത്തെ ഹോളി റീജിയന്റെ ഭാഗമായിരുന്നു. ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്നുമായിട്ട് ഒന്ന് ഉടക്കിയപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് ചാങ് റേ അവിടുന്ന് ആ പറകിട്രയിലേക്ക് നാട് കടത്തിയതാണ്. സോറി മാർക്ക് എന്ന് പറഞ്ഞിട്ട് ചാങ് റേ അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അടുത്ത നിമിഷത്തിൽ അനവധി സ്റ്റാറുകൾ പോലെ ആ പ്രകാശം മാർക്ക് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അങ്ങനെ പാഞ്ഞു വരികയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അകത്ത് മാർക്കിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ആ കാഴ്ചയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിശക്തമായി ചാങ് റേയുടെ ആ സ്റ്റാർ ലൈറ്റുകൾ മാർക്കിനെതിരെ പാഞ്ഞു വന്നു. പക്ഷേ ചാങ് റേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ലൈറ്റുകൾ മാർക്കിന് തൊട്ടു മുന്നിൽ പെട്ടെന്ന് അങ്ങ് ചിതറി. മാർക്ക് നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 10 അടി വ്യത്യാസത്തിൽ അവിടെ ആ അദൃശ്യമായ ബൗണ്ടറിയിൽ ചാങ് റേയുടെ ആ പ്രകാശം ഇടിച്ച് ചിതറിയപ്പോൾ ചാങ് റേയുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ തികച്ചും ഇഷ്ടമില്ലാതെയാണ് മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്തത്. ആ അറ്റാക്കിന്റെ ഭാഗമായ ആ സ്റ്റാർ ലൈറ്റുകൾ മാർക്കിന്റെ മുന്നിലെ ഡിഫൻസിൽ ഇടിച്ച് തകർന്നപ്പോൾ ചാങ് റേ സന്തോഷത്തോടെ വീണ്ടും ആകാശത്തെ പഞ്ച് ചെയ്തു. വീണ്ടും ലൈറ്റുകൾ പാഞ്ഞു വന്ന് ആ ബൗണ്ടറിയിൽ ഇടിച്ച് തകർന്നു. അത് കണ്ട മാർക്കിന് വല്ലാത്തൊരു കൗതുകം. മാർക്കിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞതും മാർക്കിന്റെ അടുത്തേക്ക് വാങ് ഫെങ് എത്തി. മാർക്ക്, നമ്മുടെ ഫോർമേഷൻ ഇതൊക്കെ പിടിച്ചു നിൽക്കും. അങ്ങനെ വാങ് ഫെങ് മാർക്കിനോട് പറഞ്ഞപ്പോൾ അനവധി ആളുകൾ അവിടെ ലാൻഡ് ചെയ്തു. കുറേയേറെ പേരുണ്ട്. ഏറ്റവും മുന്നിൽ ആരോൺ ബ്ലാക്കാണ്. യാവോ നൈനാനും ഉക്സിയാവയും ആ ഷീ കുടുംബത്തിന്റെ ക്യുങ്ങും ഒക്കെ ഉണ്ട്. ആ വൻ ടീം അവിടെ വന്നതും ബ്രയൻ ബ്രക്ക്
ഉറക്കെ ചാങ് റേക്കൊപ്പോൾ ആളുകളോട് പറഞ്ഞു, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്, ഇനി ഞാൻ പറയണോ? അങ്ങനെ ആരോൺ ബ്ലാക്ക് പറഞ്ഞതും മിലി മുന്നോട്ട് വന്നു. മിലി മാർക്കിനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ കൈയൊന്ന് ഉയർത്തിയതും ആകാശത്ത് ഒരു രക്തപ്പുഴയുണ്ടായി. ശരിക്കും ഒരു നദി മിലിയുടെ തലയ്ക്ക് മുകളിൽ കൂടി അങ്ങനെ ഒഴുകി ഇറങ്ങിയാണ്. ആ നദിയിൽ രക്തമാണ് ഒഴുകുന്നത്. ആ രക്തം മിലി അതിശക്തമായി മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് പായിച്ചതും മാർക്കിന്റെ മുന്നിലുള്ള ആ ഡിവൈൻ മതിലിടിച്ച് അതങ്ങ് തകർന്നു. വാങ് ഫെങ് ഉണ്ടാക്കിയ ഫോർമേഷന്റെ ശക്തി ആ ഒറ്റ കാഴ്ചയിൽ വെളിവായതും ആരോൺ ബ്ലാക്കും കൂടുതൽ ആളുകളും ഒന്നും മിണ്ടാതെ മാർക്ക് ഫിൽഡറെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മിലി വീണ്ടും അറ്റാക്ക് ചെയ്തു. അപ്പോഴും ആ ഫോർമേഷന് ഒന്നും പറ്റിയില്ല. അത് കണ്ടതും ഷീ കുൻസിംഗ് പറഞ്ഞു, ഈ മാർക്ക് ഇതെപ്പോഴാ ഈ ഫോർമേഷൻ പഠിച്ചത്? ഏയ്, അത് മാർക്ക് പഠിച്ച ഫോർമേഷൻ അല്ല. മാർക്കിന്റെ പുറകിൽ വേറൊരുത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അവനാണ് വാൻ ഫെങ്. അവൻ ശരിക്കും ഒരു ഫോർമേഷൻ മാസ്റ്ററാണ്. നമുക്ക് ഈ മാർക്കിനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാൻ ഫെങ്ങിനെ പിടികൂടണം, അവനെ ജീവനോടെ കിട്ടണം. അവനെ ഉപയോഗിച്ച് നമുക്ക് ഏത് ഫോർമേഷൻ ഉണ്ടാക്കാം. അവൻ ഒരു മാസ്റ്ററാണ് ഈ ഫോർമേഷന്റെ കാര്യത്തിൽ. താൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ആണ് ആരോൺ അവരുമായി പങ്കുവച്ചത്. ഉക്സിയാവയും നൈനാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആരോൺ ബ്ലാക്ക് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് അറ്റാക്ക്. വാങ് റേയും മിലിയും ബാക്കിയുള്ള ആ പർഗേറ്ററിലെ തടവുകാരും ഒന്നിച്ച് മാർക്ക് ഫിൽഡറെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. മാർക്ക് ഫിൽഡറെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മതിലിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ആ അദൃശ്യ ബൗണ്ടറിയെ. വാങ് ഫെങ് സൃഷ്ടിച്ചിരിക്കുന്ന ആ അദൃശ്യ മതില് ശരിക്കും ഒരു കൂടാരമാണ്. ആ കൂടാരത്തിനകത്തേക്ക് കടക്കണമെങ്കിൽ ആ കൂടാരം പൊളിച്ചേ പറ്റൂ. വാങ് ഫെങ്ങിന്റെ ആ മതിലിന്റെ ശക്തി സ്വാഭാവികമായിട്ടും അകത്തുള്ള ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ജീന മാത്രമല്ല, ജീനയ്ക്കൊപ്പം ആളുകളും മാർക്കിനൊപ്പം ഉണ്ട്. അതുപോലെ ക്യുന്നും മാർക്കിനൊപ്പം ഉണ്ട്. അവരെല്ലാവരും വല്ലാതെ പ്രതീക്ഷയോടുകൂടിയാണ് വാങ് ഫെങ്ങിന്റെ ആ ഫോർമേഷനെ നോക്കിക്കാണുന്നത്. ആ എൻറ്റയർ ടീമോ ഒന്നിച്ച് ആക്രമിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. ആ ടീം ആ ആക്രമണം നിർത്തിയതും ആരോൺ ബ്ലാക്ക് അവന്മാരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്തിനാ നിർത്തിയത്, വീണ്ടും അറ്റാക്ക്. അങ്ങനെ ആരോൺ പറഞ്ഞിട്ടും ആ കൂട്ടത്തിൽ ചിലര് ആക്രമിക്കാൻ നിൽക്കുന്ന കണ്ടതും ആരോൺ പെട്ടെന്ന് കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ അനവധി ആളുകൾ അവിടെ എല്ലാവർക്കും മുന്നിൽ വിസിബിളായി. ഹോളി റീജിയനിൽ തടവിട്ടിരുന്ന ഒത്തിരിയേറെ ആളുകളെ കണ്ടതും ചാങ് റേയും മിലി ഉൾപ്പെടെ സകലരും തേങ്ങിപ്പോവുകയാണ്. അവരുടെ ബന്ധുക്കളാണ് തടവുകാരായി അവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ആ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. ആ കൊച്ചു പെൺകുട്ടിയുടെ പുറത്ത് ഒരാൾ തട്ടിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഏയ് ബ്രദർ, എന്റെ പുറത്ത് ചവിട്ടരുതേ. അത് കേട്ടതും അടുത്ത് നിന്ന യാവോ നൈനാൻ ആ പെൺകുട്ടിയുടെ കവിളിൽ ഒറ്റയാടി. യാവോ നൈനാൻ ആ പെൺകുട്ടിയുടെ കവിളിൽ ആഞ്ഞടിക്കാൻ പോയതും ശരിക്കും യാവോ നൈനാന്റെ അടുത്തേക്ക് ഉക്സിയാവോ പെട്ടെന്ന് നീങ്ങി. ഉക്സിയാവോ മറഞ്ഞതുകൊണ്ട് അതിന്റെ പുറകിലുണ്ടായിരുന്ന ഒരാള് ആ അടി വീണത് കണ്ടില്ല എന്നതാണ് സത്യം. ഉക്സിയാവോ നൈനാന്റെ പുറത്തേക്ക് ചേർന്ന് നിന്നിട്ട് നൈനാനോട് പറഞ്ഞു, ഏയ് അത് ഹീമന്റെ സഹോദരിയാണ്, ഹീമൻ തൊട്ട് പുറകിലുണ്ട്. അങ്ങനെ ഉക്സിയാവോ പറയുമ്പോഴേക്കും വെളുത്ത വസുധരിയായ ഹീമൻ മുന്നിലേക്ക് വന്നു. അയാളുടെ കയ്യിൽ ആ സോഡുണ്ട്. മാർക്ക് ആരാണോ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത് ആ ആള് ഇതാ വന്നിരിക്കുകയാണ്. ആദ്യം മാർക്ക് ഹീമനും കൂടി കണ്ടുമുട്ടുമ്പോൾ ഹീമൻ മാർക്കിനെ അറ്റാക്ക് ചെയ്തിരുന്നു. അന്നത്തെ ഹീമന്റെ അറ്റാക്കിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ വൻ മുറിവുണ്ടായതാണ്. അതിനുശേഷം അനവധി തവണ ഹീമൻ മാർക്കിനെ സപ്പോർട്ട് ചെയ്തു. ആ 9th ലെവലിൽ അവർ ഒന്നിച്ച് ആ പരിവേഷണം നടത്തിയതിനു ശേഷം മാർക്കും ഹീമനും ചേർന്ന് ഒരു ഫൈറ്റ് തന്നെ ആ 8th പർഗേറ്ററിൽ നടത്തിയിരുന്നു. ശരിക്കും ഒരു സൗഹൃദ ഫൈറ്റ്. ആ ഫൈറ്റിനിടയിലും അതിനുശേഷവുമാണ് ഹീമന്റെ സഹോദരിയെ കുറിച്ച് മാർക്കിനോട് പറയുന്നത്. അയാളുടെ ഏക സഹോദരിയാണ് അവിടെ ആ സ്കൈ വാട്ടർ പ്രിസണിലുള്ളത്. അവൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഹീമൻ ഇപ്പോ അവിടെ തടവിൽ കഴിയുന്നത്, അല്ലെങ്കിൽ പർഗേറ്ററിൽ അങ്ങനെ ഒളിച്ചു കഴിയുന്നത്. അതൊക്കെ ഹീമൻ മാർക്കിനോട് പങ്കുവച്ച കാര്യമാണ്. ആ ഹീമനാണ് ഇപ്പോ അതേ സഹോദരിക്ക് വേണ്ടി മാർക്ക് ഫിൽഡറെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് വരുന്നത്. ഹീമനെ കണ്ടതും മാർക്ക് ഫിൽഡർ ഹീമനോട് പറഞ്ഞു, ഏയ് ഹീമൻ ബ്രദർ, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഏലിയൻസിനെ എതിരിടുന്നതിന് പകരം നമ്മൾ ഈ മനുഷ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ശരിയാണോ? മാർക്ക് പ്ലീസ്. അങ്ങനെ പറഞ്ഞിട്ട് ഹീമൻ തന്റെ വാള് ആകാശത്തേക്ക് ഉയർത്തി. അയാൾ ആ വാള് ആകാശത്തേക്ക് ഉയർത്തിയതും ആ വാളിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം ആകാശത്തേക്ക് ഇങ്ങനെ കുതിച്ചു പായുകയാണ്. അടുത്ത നിമിഷത്തിൽ ആ സോഡ് ലൈറ്റ് അതീവ ശക്തമായി മാർക്ക് ഫിൽഡർക്ക് വേണ്ടി വാങ് ഫെങ് സൃഷ്ടിച്ച ആ മതിലിൽ ഒരു പോയിന്റിലേക്ക് തന്നെ വന്ന് പതിച്ചു. അതേ പോയിന്റിലേക്ക് ചാങ് റേയും മിലി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകളും ഒന്നിച്ച് അറ്റാക്ക് ചെയ്തു. അതിശക്തമായ അറ്റാക്കിൽ വാങ് ഫെങ്ങിന്റെ ആദ്യത്തെ ആ ബൗണ്ടറി തകർന്നു. ആ ബൗണ്ടറി തകർന്നതും ആ എൻറ്റയർ ടീമിന്റെ അറ്റാക്ക് രണ്ടാമത്തെ പ്രതലത്തിലേക്കായി. രണ്ടാമത്തെ പ്രതലത്തിലേക്ക് അവിടെ അറ്റാക്ക് അതിശക്തമായി അങ്ങനെ നടക്കുമ്പോൾ വാങ് ഫെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പിടിച്ചു നിന്നോ, ഞാനൊരു ലെയർ കൂടി ഉണ്ടാക്കാം.
ആ ലെയർ ഉണ്ടാക്കിയാൽ ഈ ലെയറും ആ പൊടിയുന്ന 2 ലെയറും തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ ശക്തിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ വാങ് ഫെങ്ങിനുണ്ട്. അതുകൊണ്ടാണ് വാങ് ഫെങ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് വാങ് ഫെങ്ങിനോട് പറഞ്ഞു, ഏയ് വാങ്, നീ ശരിക്കും ശ്രദ്ധിക്കണേ, അധികം സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട. വാങ് ഫെങ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ ഫോർമേഷന്റെ നിർമ്മാണത്തിലാണ്. അവന്റെ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും അവൻ ആ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ക്ഷീണിതനാകുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ഫെല്ലർ ഈ അറ്റാക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ 2ാമത്തെ ഫോർമേഷനും പൊളിഞ്ഞു. ആ 2ാമത്തെ ഫോർമേഷൻ പൊളിമെന്ന് ഉറപ്പായ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു. ആ സമയത്ത് മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ ആ 9 ഡ്രാഗണുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ 9 ഡ്രാഗണുകളും അതിശക്തമായി തീജ്വാലകൾ വമിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചതും ആ ഹോളി റീജിയനിൽ എത്തിയ എൻ്റെ ടീമും മാർക്ക് ഫെല്ലർക്ക് നേരെ കുതിക്കുകയാണ്. ആ സമയത്ത് മാർക്ക് തികച്ചും അപ്രതീക്ഷിതമായി ലൈൻ വേർഡ് ഫോർമുലയും ആ ബൂട്ടും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആരോൺ ബ്ലാക്കിന്റെ തൊട്ടടുത്തെത്തി. ആരോൺ ബ്ലാക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആരോൺ ബ്ലാക്ക് അവിടെ തടവിൽ പിടിച്ചിട്ടിരുന്ന ആ 20ഓളം വരുന്ന ആളുകളെ മാർക്ക് ഒറ്റ വലിക്ക് അവരെ വലിച്ചെടുത്ത് മാർക്കിന്റെ സുമേരു റിങ്ങിനകത്തേക്ക് ഒരൊറ്റയേറി. ആരോണിന് ഒന്നും ചെയ്യാൻ കഴിയുമ്പോൾ ആ എൻ്റെ ടീമും മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്തായി. ആരോൺ ശരിക്കും നടുങ്ങിയെന്ന് പറയാം. യാവോ നൈനാനും ഉക്സിയാവയും ആ ചോങ് സിന്നർ ഉൾപ്പെടെ സകലരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവർക്കിടയിലൂടെ കടന്നുപോയി ആ ആളുകൾ മുഴുവൻ സുമേരു റിങ്ങിലേക്ക് വലിച്ചെടുത്തത്. മാർക്ക് പെട്ടെന്ന് തിരിഞ്ഞ് ആ ഫോർമേഷന് മുന്നിലെത്തി. അവിടെ എത്തിയ മാർക്ക് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആ പറഗേറ്ററിയിലെ ആളുകളോടായി വിളിച്ചു പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ ആളുകൾ മുഴുവൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അവരെ ഇനി ഒന്നും ചെയ്യാൻ ഈ ഹോളി റീജിയൻകാർക്ക് പറ്റില്ല. അത് കേട്ടതും ആരോൺ ബ്ലാക്ക് പൊട്ടിച്ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ ആ പറഞ്ഞതിൽ ഒരു സത്യവും ഒരു അസത്യവുമുണ്ട്. മാർക്ക്, അവരിപ്പോ നിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് തികച്ചും കള്ളമാണ്. ഞാനിവിടെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ അവരെല്ലാവരും അവസാനിക്കും. അത് കേട്ടതും മാർക്ക് ആരോണിനോട് പറഞ്ഞു, ആരോൺ, എന്നാൽ നീ അതൊന്ന് ചെയ്തേ. ആരോണിനോട് മാർക്ക് എങ്ങനെ പറഞ്ഞപ്പോൾ ആരോണിന്റെ കയ്യിൽ ഒരു ക്യൂബ് ഇരിപ്പുണ്ട്, നല്ല തിളക്കമുള്ള ഒരു ക്യൂബ്. ആ ക്യൂബിൽ ആരോൺ ഒന്ന് നോക്കി. ആ നിമിഷത്തിൽ ആരോൺ ഒന്ന് ഞെട്ടുകയും ചെയ്തു. അയാൾക്ക് മാർക്ക് വലിച്ചെടുത്ത ആ ആളുകളുടെ സോളുകൾ കാണാൻ പറ്റുന്നില്ല. മാർക്ക് യഥാർത്ഥത്തിൽ സുമേരു റിങ്ങിലേക്ക് വലിച്ചു കയറ്റിയ ആ സകല ആളുകളെയും അതേ നിമിഷത്തിൽ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടിക്ക് ചുറ്റുമായി അണിനിരത്തി കഴിഞ്ഞു. ആ ശവപ്പെട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചുഴിയിലാണ് ഇപ്പോൾ ആ 20 ആളുകളും. അവർക്ക് ചുറ്റുമായി ആ മാസ്ക് വെച്ച സ്ത്രീയുടെ അദൃശ്യമായ ഒരു ഓറയുണ്ട്. ആ ഓറ അവരുടെ സോളിനെ പൂർണ്ണമായും റെസ്ട്രിക്ട് ചെയ്യാണ്. അവരുടെ സോളും അവരുടെ ശരീരത്തിലുള്ള ഹോളി റീജിയനിലെ ആ ആളുകൾ കണക്ട് ചെയ്തിരിക്കുന്ന സോളും ഒന്നും വർക്കാവുന്നില്ല. ആരോൺ ബ്ലാക്കിന് സംഭവം മനസ്സിലായി. പക്ഷെ അവൻ അത് മുഖത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അവൻ വിഷമിച്ച് നിൽക്കുന്നുണ്ടെന്നും മാർക്ക് ഫെല്ലർ ആ പറകേറ്റുള്ള ആളുകളോട് പറഞ്ഞു, നോക്ക്, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അവക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ എന്റെ ഒപ്പം ചേരൂ. മാർക്ക് ആ പറഞ്ഞ വാചകത്തിന് ഫലമുണ്ടായി. ഹീമൻ ആ നിമിഷം നടന്ന് മാർക്കിനടുത്തേക്ക് വന്നു. ഹീമൻ മാർക്കിന്റെ സൈഡിലായി. ഹീമൻ മാർക്കിന്റെ വലതു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ ഇടതു ഭാഗത്ത് ഇപ്പോ അങ്കിൾ ഗുവാനും അതുപോലെ ജൂവും ഉണ്ട്. ജൂ, അങ്കിൾ ഗുവാൻ, മാർക്ക്, ഹീമൻ, ആ 4 പ്രസംഗം അങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട യാവോ നൈനാൻ അവർക്ക് നേരെ അലറി. പറകേറ്ററിയിലെ ആ ലീഡേഴ്സിനെ നോക്കി യാവോ നൈനാൻ പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഈ നിമിഷത്തിൽ മാർക്കിനെയും ടീമിനെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും ഞങ്ങൾ ഇപ്പൊ തീർക്കും. അത് കേട്ടതും മാർക്ക് യാവോ നൈനാനോടായി പറഞ്ഞു, ഏയ് നൈനാൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അതൊന്ന് ചെയ്തു കാണിക്കും. യാവോ നൈനാനോട് മാർക്ക് എങ്ങനെ പറഞ്ഞതും യാവോ നൈനാൻ ആരോണ്ട് നേരെ നോക്കി. ആരോന്റെ കയ്യിലാണ് ക്യൂബ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ക്യൂബിൽ ഒന്ന് പ്രസ് ചെയ്താൽ ആ സോളുകൾ പൊട്ടേണ്ടതാണ്. പക്ഷേ ആരോൺ എന്തുകൊണ്ടോ ആ ക്യൂബിൽ അമർത്തുന്നില്ല. നൈനാൻ ഒരു സ്വെല്ലിംഗ് മെസ്സിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാഴ്ച കണ്ടത് ചാങ്ക്രയും മിലിയും രണ്ടാമൊന്നും ആലോചിക്കാതെ അതിവേഗം മാർക്കിന്റെ വശത്തേക്ക് മാറി. ഇപ്പോ മാർക്കിന്റെ ഭാഗത്ത് ആളുകൾ കൂടി വരികയാണ്. മാർക്കിന്റെ ഒരു ഭാഗത്ത് അങ്കിൾ ഗുവാനും ഉണ്ട്, അതുപോലെ ജൂവും ഉണ്ട്. മറുഭാഗത്ത് ഹീമനും ചാങ്ക്രയും മിലിയുമായി ഒരു ശക്തമായ ടീം. ബാക്കിയുള്ള ആളുകളുടെ മാർക്ക് പറഞ്ഞു, നോക്ക്, ഹോളി റീജിയൻകാർ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പോലെ വേണമെങ്കിൽ ഞാനും നിങ്ങളെ ഭയപ്പെടുത്താം.
നിങ്ങളുടെ ബന്ധുക്കൾ ഇപ്പൊ എന്റെ കൈവശമാണ്, അവരെ എനിക്ക് വേണമെങ്കിൽ കൊല്ലാൻ പറ്റും. മാർക്ക്, നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഈ ഹോളി റീജിയൻകാർക്ക് നേരെ തിരിഞ്ഞില്ല എങ്കിൽ ഞാൻ അവരെങ്ങ് കൊല്ലുവെന്ന്. ഹോളി റീജിയൻകാരുടെ കൈവശത്ത് അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഹോളി റീജിയനിലെ ആളുകൾ പറയുന്നത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. ഇപ്പൊ ആ ബന്ധുക്കളുള്ളത് മാർക്കിന്റെ കൈവശമാണ്. സ്വാഭാവികമായിട്ടും മാർക്ക് പറയുന്നത് അവരനുസരിക്കണം. അതിന് ഫലമുണ്ടായി. ആ ടീമും മാർക്കിനൊപ്പമുള്ള ടീമും ഒന്നിച്ച് ഹോളി റീജിയനെ നേരിടുന്ന കാഴ്ചയാണ് തുടർന്നുണ്ടായത്. പക്ഷെ ഹോളി റീജിയൻകാര് വെറുതെ വന്നവരല്ല, അവര് സകലരും ശക്തരാണ്. ടെങ്സിനർ തന്റെ അടുത്ത് നിൽക്കുന്ന ഷീ കുടുംബത്തിന്റെ ക്യൂൻ ജെങ്ങിനോട് പറഞ്ഞു, പാത്ത് ഓഫ് ഹെവന്റെ റെസ്ട്രിക്ഷനാണ് നമ്മുടെ പ്രശ്നം. ട്രൂ സെന്റിന്റെ മാക്സിമം ലെവൽ വരെ നമുക്ക് നമ്മുടെ ശക്തി ഉപയോഗിക്കാൻ പറ്റും. ആ ലെവലിനകത്ത് മാർക്കിനെ അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റണം. പറ്റില്ലെങ്കിൽ പിന്നെ പാത്ത് ഓഫ് ഹെവൻ മാറിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്ത പാത്ത് ഓഫ് ഹെവൻ വരാനുള്ള സമയമായിരിക്കുകയാണ്. അതിന്റെ ലക്ഷണം പല ഭാഗത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴവിൽ നിറത്തിലുള്ള പ്രകാശം പലപ്പോഴും ഇപ്പൊ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നേരത്തെ 80 വർഷങ്ങൾക്ക് മുമ്പ് ആ പാത്ത് ഓഫ് ഹെവൻ വന്നപ്പോൾ മാർക്ക് അത് കണ്ടതാണ്. മഴവിൽ പ്രകാശം ആകാശത്ത് അങ്ങനെ നിറഞ്ഞു വരും. ആ പ്രകാശം നിറഞ്ഞു വരുമ്പോൾ ആകാശത്തുനിന്ന് ഒരു പ്രകാശം പാഞ്ഞ് താഴെ വന്ന് ആരെങ്കിലും പുറത്തു വീഴും. ആ കാലഘട്ടം ശരിക്കും കൾട്ടിവേറ്റേഴ്സിന്റെ കാലഘട്ടമാണ്. കുറെ കാലം അത് നീണ്ടു നിൽക്കും. പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ ശക്തി അങ്ങ് കുറയും. ഇപ്പോ ആ പാത്ത് ഓഫ് ഹെവന്റെ ശക്തി ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. പുതിയ പാത്ത് ഓഫ് ഹെവൻ വരാൻ പോവുകയാണ്. പുതിയ പാത്ത് ഓഫ് ഹെവൻ വന്നാൽ അതിന്റെ ഗുണം ആ ട്രൂ സെയിന്റുകൾക്കാണ്. ആ ട്രൂ സെയിന്റുകൾക്ക് ഒന്നടങ്കം ഈ ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. ട്രൂ സെയിന്റിന് താഴെയുള്ള മൈറ്റി ലെവലുകാർക്ക് ട്രൂ സെയിന്റിലേക്ക് കടക്കാം. അതിനും താഴെയുള്ള റിവേർഷൻ ഔട്ട് സ്റ്റേജുകാർക്ക് മൈറ്റി ലെവലിലേക്ക് കടക്കാം. ശരിക്കും മുകളിലേക്കുള്ള ആ കടത്തത്തിന് പുതുതായി വരുന്ന പാത്ത് ഓഫ് ഹെവൻ സഹായിക്കും. പാത്ത് ഓഫ് ഹെവന്റെ റെസ്ട്രിക്ഷനെ ആരെങ്കിലും ഇപ്പൊ മറികടന്നാൽ പാത്ത് ഓഫ് ഹെവന്റെ സൂക്ഷിപ്പുകാർ ഇടപെടും. അവര് സ്വാഭാവികമായിട്ടും ആ അധിക ശക്തി ഉപയോഗിക്കുന്ന ആളിനെ ഇല്ലാതാക്കുകയും ചെയ്യും. അക്കാര്യം ടെങ്സിനർക്ക് അറിയാം. ടെങ്സിനർക്ക് മാത്രമല്ല, ആ ഹോളി റീജിയനിലെ എല്ലാവർക്കും അതറിയാം. പാത്ത് ഓഫ് ഹെവന്റെ റെസ്ട്രിക്ഷൻ ഉള്ള ഭാഗത്ത് സ്വാഭാവികമായും ശ്രദ്ധിച്ച് ഇടപെടാൻ പറ്റും. പാത്ത് ഓഫ് ഹെവന്റെ ഭാഗമായ ഗാർഡിയൻ സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് അകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പോലും പറ്റില്ല. അവിടെ ആരെങ്കിലും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷത്തിൽ ഗാർഡിയൻ അവർ അവസാനിപ്പിക്കും. ആ ഭയം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പാത്ത് ഓഫ് ഹെവൻ നേരിട്ട് തന്നെ രംഗത്ത് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് സകലരും ശ്രദ്ധിച്ചാണ് ആ അറ്റാക്കിൽ ഇടപെടുന്നത്. ടെങ്സിനർ പറഞ്ഞ കാര്യം അറിയാവുന്ന ആ ഹോളി റീജിയൻ ആളുകൾ ഒന്നടങ്കം മുന്നോട്ട് കുതിച്ചതും മാർക്ക് നോട്ടമിട്ടത് സാക്ഷാൽ നീ ഉക്സിയാവിയാണ്. അയാള് നീ കുടുംബത്തിന്റെ ആ എൽഡറാണ്. നീ കുടുംബത്തിന്റെ ആ എൽഡർ മാർക്കിനെ ശരിക്കും ശല്യം ചെയ്ത വ്യക്തിയാണ്. മാർക്കും എബിലിയും കൂടി ഹോളി റീജിയനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് അന്ന് തടസ്സപ്പെടുത്തിയ ആളുകൾ ഒരാൾ ആ ഉക്സിയാവയാണ്. നീ കുടുംബത്തിന്റെ ബാക്കി 2 ആളുകളാണ് മാർക്കിനെ അന്ന് ആ ഓയിഡിലേക്ക്, ആ ശൂന്യത്തിലേക്ക്, ആ ബ്ലാക്ക് ഹോളിലേക്ക് തള്ളിയിട്ട് മാർക്കിനെ അപകടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നീ കുടുംബത്തോട് മാർക്കിന് വല്ലാത്തൊരു ദേഷ്യമുണ്ട്. യുദ്ധം തുടങ്ങിയ ആ നിമിഷത്തിൽ അത് മനസ്സിലുള്ള മാർക്ക് പ്രകാശവേഗതയിൽ നീ ഉക്സിയാവയുടെ അടുത്തെത്തി. ഉക്സിയാവ ആ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോഴേക്കും മാർക്ക് അയാളുടെ മുന്നിലെത്തി എന്നുള്ളതാണ് സത്യം. മാർക്കിന്റെ അതിശക്തമായ ഒരു ഇടി അത് ഏറ്റുവാങ്ങാനുള്ള യോഗമാണ് ആദ്യം ഉക്സിയാവയ്ക്കുണ്ടായത്. ഉക്സിയാവയുടെ കവളിലേക്ക് മാർക്ക് ആഞ്ഞിടിക്കുകയായിരുന്നു. മാർക്ക് ആഞ്ഞിടിച്ചതും ഉക്സിയാവ പുറകോട്ട് മറിഞ്ഞ ഉക്സിയാവയുടെ അടുത്തേക്ക് കുതിച്ചെത്തിയ മാർക്ക് വീണ്ടും ഉക്സിയാവയെ ആഞ്ഞിടിക്കുമ്പോൾ യാവോ നൈനാൻ മാർക്കിന് തൊട്ടടുത്തെത്തുകയും അതിശക്തമായി മാർക്കിനെ അയാളുടെ കയ്യിൽ വാളുപയോഗിച്ച് വെട്ടുകയും ചെയ്തു. അതേ നിമിഷത്തിൽ മുൻഭാഗത്തുകൂടി സാക്ഷാൽ ടെങ്സിനറും എത്തി. ടെങ്സിനറുടെ ആ സോഡ് എനർജി മാർക്കിന്റെ നെഞ്ച് ലക്ഷ്യമാക്കിയാണ് പാഞ്ഞു വരുന്നത്. മാർക്കിന്റെ നെഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ സൂവലിന്റെ കവറുണ്ട്. പുറകുവശത്ത് മാർക്കിനെ ആഞ്ഞു കുത്തിയ ആ യാവോ നൈനാന്റെ കത്തി മാർക്കിന്റെ ഡിഫൻസിനെ മറികടന്ന് അല്പം മുന്നോട്ട് പോയെങ്കിലും പെട്ടെന്ന് ആ കത്തി അവിടെ നിന്ന് ചിതറി. യാവോ നൈനാനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് മാർക്ക്ഫുളുടെ കൈ പിന്നെ ഉക്സിയാവയുടെ ആ തലയിലേക്ക് ഇടിച്ചു കയറുകയാണ്. തുരുതുര മാർക്ക് എങ്ങനെ ഉക്സിയാവയെ ഇടിക്കുമ്പോൾ മാർക്കിന് നേരെ അതിശക്തമായി ആ സോഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത ടെങ്സിനറുടെ ആ സോഡ് ലൈറ്റിനെ മാർക്കിന്റെ ആ ഷീൽഡ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഷീൽഡ് ചിതറി. സോലിന്റെ അതിശക്തമായ ഷീൽഡിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശൈലിയിൽ പവർഫുൾ ആയിരുന്നു ടെങ്സിനറുടെ ആ അറ്റാക്ക്. പക്ഷെ ടെങ്സിനറുടെ അറ്റാക്കിനും മാർക്കിന്റെ ബോഡി തൊടാൻ പറ്റിയിട്ടില്ല. സോവലിന്റെ ആ ഷീൽഡ് തകർന്നപ്പോൾ ആ ഷീൽഡ് മാർക്കിന് അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിരുന്നു.
പക്ഷേ അത് കണ്ട ടെങ്സിന്നർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു സോഡ് ലൈറ്റ് നീ തടുത്തു, ഇനിയോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് ഒന്ന് പൊങ്ങിയ ടെങ്സിന്നർ അതിശക്തമായി വായുവിൽ തരങ്ങി വിലങ്ങി പെട്ടാൻ തുടങ്ങി. തുരുതുര സോഡ് ലൈറ്റുകൾ തൽഫലമായി മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ഈ സമയത്ത് മാർക്ക് തറയിൽ ഒന്ന് ആഞ്ഞടിച്ചു. ആ നിമിഷം തറയുന്ന ഇഷ്ടം പോലെ ലാവ മുകളിലേക്ക് പൊങ്ങി വരികയാണ്. അവിടെ ആ തറയ്ക്കുള്ളിൽ എത്ര ആഴത്തിൽ തിളച്ചു മറിയുന്ന ലാവ ഉണ്ടെങ്കിലും ആ ലാവയെ മുകളിലേക്ക് വലിച്ചുയർത്താനുള്ള കപ്പാസിറ്റി ആ സൂലിന്റെ ഗ്ലൗവിനുണ്ട്. സൂലുവിന്റെ ഗ്ലൗവിനകത്തുള്ളത് ആ യൂണിക്കോണിന്റെ ഇന്നർ കോറാണ്. ആ യൂണിക്കോണിന്റെ ഇന്നർ കോറ് സ്വാഭാവികമായി അതിന്റെ ആ ശക്തി തെളിയിച്ചുകൊണ്ട് ഒരൊറ്റ അലർച്ച. ലാവ മുകളിലേക്ക് വന്നതും ആ ലാവയ്ക്ക് സ്വാഭാവികമായിട്ടും ഡ്രാഗണുകളുടെ രൂപമുണ്ടായി. 9 ചുവപ്പ് ഡ്രാഗണുകൾ അതിശക്തമായി ഒന്ന് അലറിക്കൊണ്ട് അരിസ്റ്റോക്കന്റെ കുടുംബങ്ങളുടെ നേരെ ഒന്ന് പാഞ്ഞു ചെന്നതും അവർക്കൊപ്പം ഉള്ള ട്രൂ സെയിന്റുകളേക്ക് കരിഞ്ഞ് പപ്പടമാകുന്ന ഒരു നിമിഷത്തിലാണ്. പക്ഷേ ഈ നിമിഷത്തിൽ ആകാശത്ത് നിൽക്കുന്ന ടെങ്സിന്നറുടെ അതിശക്തമായ സോഡ് ലൈറ്റുകളും ആ ലാവ തുപ്പുന്ന ഡ്രാഗണുകളും തമ്മിലുള്ള ഒരു ഉഗ്രം ഫൈറ്റ് നടക്കുകയാണ്. മറുഭാഗത്ത് ബാക്കിയുള്ള ആളുകളുമായിട്ട് ജൂവും അതുപോലെ ഹീമനും ചാങ്റയും മിലിയും അങ്കിൾ ഗുവാനും ഒക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞതും ആ ടീമിന് ഒരു കാര്യം മനസ്സിലായി, മാർക്ക് ഫെല്ലറെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ആർക്കുമില്ല. മാർക്കിന്റെ അമാനുഷികമായ ആ കപ്പാസിറ്റി ഒരു പരുവത്തിൽ മാർക്കിനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും മാർക്കിനേക്കാൾ ശക്തി കൂടിയ ആയുധങ്ങൾ ഒരുപാട് ആ ഹോളി റീജിയൻകാരുടെ കൈവശമുണ്ട്. എത്രയോ യുഗങ്ങളുടെ സമ്പാദ്യം അവരുടെ കൈവശമുണ്ടെന്ന് അർത്ഥം. യാവോ നൈനാൻ ഈ സമയത്ത് വീണ്ടും ആ സെലസ്റ്റിയൽ ബോഡിയെ രംഗത്തിറക്കി കഴിഞ്ഞു. ആ പ്രേതത്തെ അത് മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഉക്സിയാവോ അയാളുടെ വാളുമായി മാർക്കിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അതേ നിമിഷത്തിലാണ് അവിടെ ബ്രയൻ ബ്ലാക്ക് ഒരാളെ രംഗത്തിറക്കിയത്. ആ ആള് രംഗത്ത് വന്നതും പെട്ടെന്ന് ആ എൻറ്റയർ ടീമും ഒന്ന് സ്തംഭിച്ചതുപോലെയായി. ആ ആള് അത്ര ശക്തനൊന്നുമല്ല, ലേശം വളഞ്ഞിട്ട് നിൽക്കുന്നത്. പക്ഷെ അയാൾ പെട്ടെന്ന് അയാളുടെ ബോഡി ഒന്ന് നിവർത്തി കൈ ഒന്ന് അനക്കിയതും ആ എൻറ്റയർ സ്ഥലത്തിന്റെ അന്തരീക്ഷം അങ്ങ് മാറുകയാണ്. മാർക്ക് ഫെല്ലറുടെ ഡ്രാഗന്റെ ആ ചൂടും ലാവയൊക്കെ പെട്ടെന്നാണ് അങ്ങ് തണുക്കുന്നത്. ആ ലാവ മാത്രമല്ല തണുത്തത്, എൻറ്റയർ സ്ഥലവും തണുത്തുടങ്ങി. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫെല്ലർ ഹീമനെയും ചാങ് റേ ഉൾപ്പെടെ സകലരെയും ഒറ്റ വലിക്ക് വലിച്ചെടുത്ത് ആ സുമേരു റിങ്ങിനകത്തേക്ക് എറിഞ്ഞു. ഇപ്പോ മാർക്ക് ഫെല്ലർ മാത്രമാണ് പുറത്തുള്ളത്. മാർക്കിന് ആ കാഴ്ച കാണാം. അവിടെ ആ സ്കൈ കോണ്ടിനെന്റിൽ കണ്ണത്ത ദൂരത്തോളം വെളുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ വെളുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താഴെ വെളുത്ത നിറത്തിലുള്ള മഞ്ഞ് മാർക്ക് കാണുകയാണ്. സകല സ്ഥലവും തണുത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും എങ്ങോട്ട് നോക്കിയാലും ഐസ് മാത്രമേ ഉള്ളൂ. ടെങ്സിന്നർ അയാളുടെ കൂടെയുള്ള ആളുകളെയൊക്കെ ഒത്തിരി പുറകോട്ട് വലിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോ മാർക്കിന് മുന്നിൽ ഒരേ ഒരാളെ ഉള്ളൂ. അത് ആ പ്രായമുള്ള മനുഷ്യനാണ്. അയാൾ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, ഞാനും നിന്നെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് മാർക്ക് എനിക്ക് കൾട്ടിവേഷനിൽ താല്പര്യമുണ്ടായത്. മാർക്ക്, അതെനിക്കൊരു ഭ്രാന്താണ് കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. മാർക്ക്, നിനക്കറിയുമോ, ഞാൻ ആ കൾട്ടിവേഷനിൽ അങ്ങനെ അഭിനമിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് 3 കുട്ടികൾ പിറന്നു. പക്ഷെ മാർക്ക്, ആ കുട്ടികൾക്ക് ജന്മം നൽകിയ എൻ്റെ ഭാര്യ ആ പ്രസവത്തിൽ അങ്ങ് മരിച്ചു. പിന്നീട് ആ കുട്ടികളെ വളർത്തുക, അതോടൊപ്പം എൻ്റെ കൾട്ടിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക, ഇത് രണ്ടും മാത്രമാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന കാര്യം. എൻ്റെ കുട്ടികളുടെ കാര്യം ഹോളി റീജിയനിലെ ആ ഗ്രേറ്റ് കുടുംബങ്ങൾ നോക്കിക്കൊള്ളും. ഞാൻ എൻ്റെ കൾട്ടിവേഷന്റെ അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പാത്ത് ഓഫ് ഹെവനുകൾക്ക് മുന്നേ ഞാൻ ഒരു ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവായി. മാർക്കിനെ അയാൾ പറയാതെ തന്നെ അയാൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. മാർക്ക് ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത അതിശക്തനായ ഒരു യോദ്ധാവാണ് ഇപ്പോ അവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആ യോദ്ധാവിന് ചുറ്റുമുള്ള എന്തിനേയും മാറ്റിമറിക്കാൻ പറ്റും. അവിടെ അയാളുടെ കൈയൊന്ന് അനക്കിപ്പോ അതുവരെ ഉണ്ടായിരുന്ന സകല അന്തരീക്ഷവും മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു തണുത്ത കോണ്ടിനെന്റായി ആ ഏരിയയെ കൺവെർട്ട് ചെയ്യാൻ അയാൾക്ക് കണ്ണെന്ന് അടച്ചു തുറക്കേണ്ട സമയമേ വേണ്ടി വന്നുള്ളൂ. ഒത്തിരി ദൂരേക്ക് പിന്മാറിയിരിക്കുന്ന ടെങ്സിന്നറും ബാക്കിയുള്ള ആളുകളൊക്കെ അമ്പരപ്പോടെ കാണുന്നതും ആ കാഴ്ചയാണ്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ട്രൂ സെയിന്റിന്റെ മുകളിലേക്കുള്ള ആളുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗം. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആ ആള് മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയിട്ട് അത് പറഞ്ഞതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി സെയിന്റ്ലി ബോഡി ടെക്നിക്കും ആ സോവലിൻ കവറും ഒക്കെ ഉണ്ടാക്കിയാണ്. മാർക്കിനറിയാം
ഇനി ഒരു രക്ഷയുമില്ല. ഒരു ട്രൂ സെയിന്റിനോട് ഏറ്റുമുട്ടുന്നത് പോലെ അല്ല ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരാളുമായി ഏറ്റുമുട്ടുക. ആ മനുഷ്യൻ കൈ ഒന്ന് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് കൈ ഒന്ന് പതുക്കെ അനക്കിയതും ഒരു തണുത്ത കാറ്റ് മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ഭാഗത്തേക്ക് എങ്ങനെ വരികയാണ്. ശരിക്കും ആ നിമിഷത്തിൽ ആ എൻറ്റയർ പ്രദേശത്തെയും മൊത്തം ഐസും മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. ഒരു വല്ലാത്ത മൂവ്മെന്റ്. ആ എൻറ്റയർ ഐസും മാർക്കിന് നേരെ അങ്ങനെ മൂവ് ചെയ്യുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ആകാശത്ത് മഴവിൽ നിറത്തിലെ ഒരു പ്രകാശം ഉണ്ടായത്. ആ പ്രകാശം ഉണ്ടായതും സകല ആളുകളുടെ കണ്ണുകൾ ആ പ്രകാശം ജനിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ ആകാശത്ത് ഒരു വാതിൽ തുറക്കപ്പെടുന്ന കാഴ്ചയാണ് എല്ലാവരും ആ നിമിഷത്തെ കണ്ടത്. സുവർണ്ണ നിറത്തുള്ള ആ വാതിൽ തുറന്ന് ഒരു യോദ്ധാവ് പുറത്തേക്ക് വന്നു. പാത്ത് ഓഫ് ഹെവനെ നിയന്ത്രിക്കുന്ന ആ യോദ്ധാവ് അവിടെ വന്നതും അയാളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആ യോദ്ധാവിന് നേരെ ഒന്ന് നീണ്ടു. ആ നിമിഷത്തിൽ ഒരു സുവർണ റേ ആ യോദ്ധാവിന്റെ വിരലിൽ നിന്ന് അതിശക്തമായി പാഞ്ഞു വന്ന് ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ആളുടെ പുറത്തു കൊണ്ടു. അയാളുടെ പുറത്ത് ആ പ്രകാശം ഇടിച്ചതും അയാൾ അങ്ങ് ചിതറി. ആയിരക്കണക്കിനെന്നോ പതിനായിരക്കണക്കിനെന്നോ കഷ്ടങ്ങൾ പറയാൻ കഴിയുന്ന ശൈലിയിൽ അയാൾ പ്രകാശ ബിന്ദുക്കളായി മാറി. അയാൾ ആ അന്തരീക്ഷത്തിൽ അങ്ങ് വിലയം പ്രാപിച്ചു. ഇപ്പോ എൻറ്റയർ ഏരിയയും തണുത്ത് ഉറഞ്ഞു നിൽക്കുകയാണ്. ആ ബോഡി അവിടെ ഇങ്ങനെ വിലയം പ്രാപിക്കുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള പ്രഷർ സകല സ്ഥലത്തും അനുഭവപ്പെടുകയാണ്. ടെങ് സിന്നർ ഉൾപ്പെടെയുള്ള സകല ആളുകളും ഇപ്പോ അവർ നിൽക്കുന്ന ഭാഗത്ത് തറയിലേക്ക് മുട്ടുകുത്തി കഴിഞ്ഞു. ട്രൂ സെയിന്റിന്റെ അവസാന വാക്കാണ് ശരിക്കും ടെങ് സിന്നർ. അയാൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ശൈലിയിൽ അതിശക്തമായ പ്രഷർ സകല മേഖലയിലും അലയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറിലേക്കും ആ പ്രഷർ വരികയാണ്. മാർക്കിന്റെ പുറത്ത് ആ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ കയ്യിലെ സുമേരു റിങ്ങിനകത്തും അതിശക്തമായ പ്രഷർ അനുഭവപ്പെടുകയാണ്. സുമേരു റിങ് പതുക്കെ പതുക്കെ വിറച്ചു തുടങ്ങി. അകത്തുള്ള ആളുകൾക്ക് പോലും വൻ പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ സുമേരു റിങ്ങിനകത്തുള്ള ആളുകൾക്ക് ആ പ്രഷർ അനുഭവപ്പെടുമ്പോൾ അങ്ങ് ദൂരെ സിന്നറും നൈനാനും ഉക്സിയാവയും എന്നിവരുടെ സകലരും മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന ആ സുവർണ പ്രകാശത്തിൽ കാണുന്ന ആ രൂപത്തെ നോക്കി തൊഴുകയാണ്. ശരിക്കും അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തത്. പാത്ത് ഓഫ് ഹെവന്റെ റെസ്ട്രിക്ഷനെ അവർ മറികടക്കുകയായിരുന്നു. പാത്ത് ഓഫ് ഹെവന്റെ റെസ്ട്രിക്ഷൻ ട്രൂ സെയിന്റ് ആണ്. ആ ട്രൂ സെയിന്റിന് മുകളിൽ ഒരു ശക്തി അവിടെ അവർ ഉപയോഗിച്ചതുകൊണ്ട് പാത്ത് ഓഫ് ഹെവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അവരെല്ലാവരും ഇപ്പൊ നോക്കുന്നത് മാർക്ക് ഫെല്ലറിലേക്കാണ്. മാർക്ക് ഫെല്ലർക്ക് മുകളിൽ അതിശക്തമായ പ്രശ്നം അനുഭവപ്പെടുകയാണെന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം മാർക്കിന്റെ ബോഡി പാർട്സുകൾ ഒന്നൊന്നായി പൊട്ടിത്തുടങ്ങി. മാർക്കിന്റെ ദേഹം വിണ്ടുകീറുകയാണ്. ദേഹം വിണ്ടുകീറി ചത പുറത്തേക്ക് വരുന്നത് വിസിബിൾ ആണ്. അതേ സമയത്ത് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ചത പൊട്ടിത്തെറിച്ച് രക്തത്തുള്ളികൾ ഒഴുകുമ്പോൾ മാർക്കിന്റെ ആ എല്ലുകൾ ഒന്നൊന്നായി പൊട്ടുകയാണ്. ആ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ആ നിശബ്ദതയിൽ അങ്ങ് ദൂരെ സിന്നർക്ക് പോലും കേൾക്കാം. എന്നിട്ടും മാർക്ക് ഫെല്ലർ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അത് കണ്ട സിന്നർ അറിയാതെ പറഞ്ഞു പോവുകയാണ്, എന്തൊരു ടെറിഫൈങ് ബോഡിയാണ് അവൻ്റെത്. നൈനാന് വ്യക്തിപരമായി മാർക്കിനോട് എതിർപ്പുണ്ട്. അവനും അറിയാതെ പറഞ്ഞു പോവുകയാണ്, ശരിയാ, മാർക്ക് നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ കൊല്ലാതിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ആളുകളും ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ ആഗ്രഹം അങ്ങനെ വളർന്നു തുടങ്ങിയതിന് മുന്നേ ഉക്സിയാഹു പറഞ്ഞു, ഇപ്പൊ തന്നെ ഇവൻ ഇത്രയും ശക്തനാണ്, ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചാൽ നമ്മൾക്ക് അപകടം പറ്റിയനെ. ഇപ്പോ പാത്ത് ഓഫ് ഹെവൻ അവൻ അവസാനിപ്പിക്കും. പാത്ത് ഓഫ് ഹെവനെ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവിനെ ബലി കൊടുക്കേണ്ടി വന്നു എന്നാണ് സത്യം. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും സുമേരു റിങ്ങിനകത്ത് ഹീമാൻ പതുക്കെ എണീറ്റു. തന്റെ അടുത്ത് കിടക്കുന്ന അനുജത്തിയെ ഒന്ന് നോക്കിയതിനു ശേഷം ഹീമാൻ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഹീമാൻ മാർക്കിന്റെ തൊട്ടടുത്തെത്തി. ഹീമാൻ മാർക്കിന്റെ തൊട്ടടുത്തെത്തിയതും ഹീമാന്റെ കയ്യിൽ ആ വാളുണ്ട്. അയാൾ ആ വാളൊന്ന് ഉയർത്തിയതും ആ വാളിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം ആകാശത്തേക്ക് ഇങ്ങനെ പായുകയാണ്. ശരിക്കും ഒരു കൊള്ളിയാൻ പോലെ ആ പ്രകാശം ആകാശത്തേക്ക് ഇങ്ങ് പാഞ്ഞതും മഴമേഘങ്ങൾ പോലെ മഞ്ഞുകൊണ്ട് ഉണ്ടായ ആ മേഘങ്ങൾ ആ വാളിന്റെ പ്രകാശത്തിൽ തകർന്ന് തരിപ്പണമായി. ആ നിമിഷത്തിൽ ഹീമാൻ തറയിന്ന് മുകളിലേക്ക് കുതിക്കുകയും ചെയ്തു. ശരിക്കും ഒരു റോക്കറ്റ് പോകും പോലെ ഹീമാൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ഹീമാൻ യഥാർത്ഥത്തിൽ ഒരു വാളായി രൂപം മാറിയെന്ന യാഥാർത്ഥ്യം താഴെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീമാൻ പൂർണ്ണമായും ഒരു പ്രകാശമായി മാറിയിരിക്കുകയാണ്. ആ പ്രകാശ രൂപത്തിൽ ആകാശത്തേക്ക് എത്തിയ ഹീമാൻ അയാളുടെ വാള് ഒന്ന് തലങ്ങും വിലങ്ങും വീശിയതും അവിടെ ആ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരൻ സൃഷ്ടിച്ച സകല സംഭവങ്ങളും
അതോടെ തകർത്തെറിയപ്പെടുകയാണ്. കാരണം ഹീമാൻ താഴ്ന്ന് മുകളിലേക്ക് കുതിച്ചപ്പോൾ 4th ലെവലിൽ ഉണ്ടായിരുന്ന ഹീമാൻ അതിവേഗം 5th ലെവലിലേക്കും അവിടുന്ന് ട്രൂസെന്റിന്റെ പരമാവധിയിലേക്കും അതിനുശേഷം ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ കടക്കുന്നത് താഴെ നിൽക്കുന്ന ആളുകൾ കണ്ടിരുന്നു. വിശ്വസിക്കാനാവാത്ത ഒരു പരിണാമം അവർ നേരിട്ട് കണ്ടതാണ്. ഹീമാൻ അവന്റെ ബ്ലഡ് എസൻസ് കത്തിച്ച് അവന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവിടെ ആ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നടത്തിയ ആ ഐസ് ക്രിയേഷൻ ഇല്ലാതാക്കുകയാണ്. ഹീമാൻ ആ ഐസുകൾ അരിഞ്ഞു വീഴ്ത്തിയതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഐസും അപ്രത്യക്ഷമായി. അവിടെ ഉണ്ടായിരുന്ന തണുപ്പും അപ്രത്യക്ഷമായി. ഈ കാഴ്ച അങ്ങ് അകലെ ആ സുവർണ വാതിലിനടുത്ത് നിൽക്കുന്ന ആ വ്യക്തി കാണുന്നുണ്ട്. അയാൾ ഹീമനെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ഹീമാനെ നേരെ തിരിച്ചു. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു സുവർണ റേ ശക്തമായി പാഞ്ഞു വന്ന് ഹീമന്റെ പുറത്തടിച്ചു. ഹീമാൻ ആയിരക്കണക്കിനെന്നോ 10,000-കണക്കിനെന്നോ പറയാൻ കഴിയുന്ന ചെറു കഷ്ണങ്ങളായി ചിതറി. പ്രകാശമായി അന്തരീക്ഷത്തിൽ ഹീമാൻ അങ്ങനെ ലയിക്കുമ്പോൾ ഇങ്ങ് താഴെ അവിടെ തറയിൽ മാർക്ക് ഫെല്ലർ ആ ചിതറിത്തെറിച്ച പ്രകാശത്തിനിടയിൽ ഹീമാന്റെ ആത്മാവിനെ കണ്ടു. ആ സോളിനെ കണ്ട നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ സോൾ ഗ്യാതറിംഗ് ടെക്നിക്കിലൂടെ ഒരു ഒറ്റ വലിക്ക് ആ സോള് തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. ആ സോള് കൈപ്പിടിയിൽ ഒതുക്കിയ മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ തന്നെ ആ സോളിനെ സുമരു റിങ്ങിനകത്തേക്ക് അടച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്ക് ഒരൊറ്റ കുതിപ്പ്. ആ സുവർണ വാതിലിനടുത്ത് നിൽക്കുന്ന ആള് ചിതറിത്തെറിച്ച ഹീമന്റെ സോൾ മറ്റൊരാള് ഇടപെട്ട് പിടിച്ചെടുക്കുന്നത് സ്വാഭാവികമായും കണ്ടു. അയാൾ തിരിഞ്ഞ് മാർക്ക് ഫെല്ലർ പോകുന്ന ഭാഗത്തേക്ക് നോക്കി. ആ ഭാഗത്തേക്ക് നോക്കി അയാളുടെ ചൂണ്ടുവിരൽ മാർക്കിന് നേരെ ഒന്ന് ചൂണ്ടി. ആ നിമിഷത്തിൽ അയാളുടെ ചൂണ്ടുവിരൽ നിന്ന് ശക്തമായ ഒരു സുവർണ പ്രകാശം പാഞ്ഞു പോകുന്ന മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ പ്രകാശം അതിശക്തമായി മാർക്കിനെതിരെ പാഞ്ഞെങ്കിലും പെട്ടെന്ന് ആ പ്രകാശം അങ്ങ് സ്റ്റോപ്പായി. ഇപ്പോൾ പാഞ്ഞു പോകുന്ന മാർക്കിനും ആ ഗോൾഡൻ ഗേറ്റിനടുത്ത് നിൽക്കുന്ന ആളിന്റെ പ്രകാശത്തിനും ഇടയിലായി ഒരു മനുഷ്യനുണ്ട്. അയാൾ അക്ഷോഭനായി കൈകൾ രണ്ടും പുറകിൽ കെട്ടി ആ പ്രകാശത്തിന് നേരെ നെഞ്ചു വിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ കണ്ണുകൾ ആ സുവർണ വാതിലിനടുത്ത് നിൽക്കുന്ന ആളിൽ തന്നെ തറച്ചു നിൽക്കുകയാണ്. ആ ആളുടെ കണ്ണുകൾ കൈകൾ പുറകിൽ കെട്ടി നിൽക്കുന്ന ആ മനുഷ്യനിലുമാണ്. രണ്ടുപേരും ഏതാനും നിമിഷങ്ങൾ നേരം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സുവർണ പ്രകാശത്തെ തടുത്ത മനുഷ്യൻ സാവധാനം അങ്ങ് അപ്രത്യക്ഷമായി. ദേഷ്യത്തോടെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ സുവർണ പ്രകാശം സൃഷ്ടിച്ച വ്യക്തി ആ വാതിലിലൂടെ അങ്ങ് അപ്രത്യക്ഷമായി. അയാൾ അപ്രത്യക്ഷമായതും ആ വാതിലും ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായി. ഈ കാഴ്ചകൾ ലൈവായി അവിടെ ടോം സിന്നറും ടീമും കണ്ടു. അവരെങ്ങനെ ശ്വാസം പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. ടോം സിന്നർ എല്ലാവരോടും പറഞ്ഞു, ഇനി നമുക്ക് മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കാൻ ഈ പാത്ത് ഓഫ് ഹെവനിൽ പറ്റില്ല. പാത്ത് ഓഫ് ഹെവൻ മാറുമ്പോൾ നമ്മുടെ പൂർണ്ണ ശക്തിയെടുത്ത് നമുക്ക് മാർക്കിനെ അവസാനിപ്പിക്കാം. അങ്ങനെ അവർ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന്റെ കാലിലെ ആ ബൂട്ടും ലൈൻ ബേർഡ് ഫോർമുലയോ മാത്രമല്ല, മാർക്കിന്റെ എൻറ്റയർ ശക്തിയും മാർക്ക് ആ യാത്രയ്ക്ക് ഉപയോഗിച്ചു എന്ന് പറയാം. ശൂന്യതയിലൂടെ മാർക്ക് റോക്കറ്റ് പോലെ അങ്ങനെ പാഞ്ഞു പോവുകയാണ് പരമാവധി ദൂരത്തേക്ക്. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് എത്രയെങ്കിലും സമയം യാത്ര ചെയ്ത് ഒരു കുഞ്ഞുമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയ മാർക്ക് ആ ലാൻഡിലേക്ക് അങ്ങ് വീണ ആ നിമിഷത്തിൽ മാർക്ക് തന്റെ ഡിവൈൻ സെൻസിനെ സുമേരു റിങ്ങിനകത്തേക്ക് കയറ്റി. സുമേരു റിങ്ങിനകത്തെത്തിയ മാർക്ക് ഫെല്ലറെ ഫാറ്റിയും ഷാരുവും ചേർന്ന് അവരുടെ മെഡിസിനൽ സ്കിൽ ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്കിൾ ഗുവാൻ ഷാരുവിനോടും ഫാറ്റിയോടായി പറഞ്ഞു, ഹേയ്, നിങ്ങൾ മാർക്കിനെ തൽക്കാലം വെറുതെ വിട്ടേക്ക്. മാർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ഈ സമയത്ത് പറയുന്ന ആളാണ് ജൂ. ജൂ പോലും നിശബ്ദയായി അവിടെ തറയിൽ അങ്ങനെ കിടക്കുന്ന മാർക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോ ജൂവിന് പോലും ആ അന്തരം വ്യക്തമാകുന്നുണ്ട്. മാർക്ക് ഫെല്ലറുടെ അമാനുഷികമായ ആ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ അവർ എല്ലാവരും അവിടെ അവസാനിച്ചനെ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മാർക്ക് കണ്ണു തുറന്നത്. കണ്ണു തുറന്നതും മാർക്കിന് ഒരു വല്ലാത്ത ഉന്മേഷം. അങ്കിൾ ഗുവാനും ജൂ ഒക്കെ മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, നിനക്ക് എങ്ങനെയുണ്ട്? ഏയ് ജൂ, എനിക്കൊരു കുഴപ്പമില്ല. അത് കേട്ടപ്പോഴാണ് ജൂവിനൊരു ആശ്വാസമായത്. ജൂവും മാർക്കും വളരെ യാദൃശ്യവശാൽ പരിചയപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്. പക്ഷേ പരിചയപ്പെട്ടതിന് ശേഷം അവർ തമ്മിലുള്ള ആ ബന്ധം അത് ഒരു വല്ലാത്ത ബന്ധമാണ്. രണ്ടുപേരും വേണമെങ്കിൽ അവരുടെ ജീവൻ മറ്റേയാൾക്ക് വേണ്ടി കളയും. ആ ശൈലിയുള്ള ബന്ധമാണ് അവർ തമ്മിലുള്ളത്. മറ്റേ ആൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും രണ്ടുപേരും തയ്യാറാണ്. അത് ഇപ്പോ രണ്ടുപേർക്കും അറിയാം. അങ്കിൾ ഗുവാൻ മാർക്ക് ഫെല്ലറെ പിടിച്ചെടിയിപ്പിച്ചു. മാർക്ക്, നമ്മള്
ഇനി എന്ത് ചെയ്യണം അങ്കിൾ? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. എന്തായാലും അവർ നമ്മളെ വെറുതെ വിടത്തൊന്നുമില്ല. നമുക്ക് കൂടുതൽ ശക്തി നേടണം. മാർക്കിന്റെ ബോഡി ഏതാണ്ട് പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ബോഡി തിരിച്ച് കയറി വരാൻ മാർക്കിന് ഏതാനും ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. മാർക്കിന്റെ റിപ്പയറിംഗ് കപ്പാസിറ്റിയും റീജനറേറ്റിംഗ് കപ്പാസിറ്റിയും ഒക്കെ വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. മാർക്ക് ഇപ്പോ പ്രധാനമായും ആശ്രയിക്കുന്നത് ആ ക്യുരിൻ കുടുംബത്തിന്റെ ആ ഗ്രീൻ സ്പിരിറ്റ് ട്രീ ആണ്. ആ ട്രീക്കുള്ള അപാരമായ കഴിവ്, അതാണ് മാർക്കിന് വേണ്ടിയും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ട്രീക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്പിരിച്വൽ എനർജി അവർ ഉള്ള സ്ഥലത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും. ആ സ്പിരിച്വൽ എനർജി അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മാർക്ക് പല കാര്യങ്ങളും ആലോചിച്ചു തുടങ്ങി. മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്തുള്ള ശവപ്പെട്ടിക്ക് ചുറ്റുമായി അനവധി ആളുകൾ കിടപ്പുണ്ട്. അവരൊക്കെ ഏതാണ്ട് ചത്തതുപോലെ കിടക്കുകയാണ്. അവരവിടെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഷാങ്മെങ്ങും ആ കൂട്ടത്തിലുണ്ട്. മാർക്ക് അല്പനേരം ഒന്ന് ആലോചിച്ചു. മാർക്ക് അങ്കിൾ ഗുവാനോട് ആ വിഷയം ചർച്ച ചെയ്തു. അങ്കിൾ, ഇവരുടെ ബോഡിയിൽ ഒരു വിഷയമുണ്ട്. ഇവരുടെ സോളിനെ നിയന്ത്രിക്കാനും വേണമെങ്കിൽ ഇവരുടെ സോളിനെ ഇല്ലാതാക്കാനും ഹോളി റിജിംഗർക്ക് കഴിയും. എങ്ങനെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്കിൾ ഗുവാന് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും അത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്കിൾ ഗുവാൻ ചോദിച്ചപ്പോൾ മാർക്കിന് പെട്ടെന്ന് ഒരാളെ ഓർമ്മ വന്നു. ആ കാര്യം ഓർമ്മ വന്നതും മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പ്. മാർക്ക് കുതിച്ചെത്തിയത് 8th ലെവൽ പർഗട്ടറിയിലാണ്. മാർക്ക് 8th ലെവൽ പർഗട്ടറിയിൽ നേരെ എത്തിയത് ആ ഈവിൾ എക്സ്റ്റർമിനേറ്റർ ധ്യാനത്തിലിരിക്കുന്ന അതേ മലയിലേക്കാണ്. ഈവിൾ എക്സ്റ്റർമിനേറ്റർക്ക് കാവലായി അങ്കിൾ ലിങ്ങും അതുപോലെ ആ ലിയാരുവും ഉണ്ട്. പെട്ടെന്ന് മാർക്കിനെ ആ മലയിൽ കണ്ടതും അവർ രണ്ടുപേരും ആകെ ഞെട്ടി. ശരിക്കും കൂടുതൽ അമ്പരപ്പ് ലിയാരുവിനാണ്. ലിയാരു മാർക്ക് അവിടെ പറന്നിറങ്ങിയതിന്റെ ആ വേഗതയെക്കുറിച്ച് ആലോചിച്ച് മാർക്കിനോട് പറഞ്ഞു പോവുകയാണ്, മാർക്ക്, നീ എന്തൊരു വേഗത്തിലാ ഇവിടെ എത്തിയത്? നിന്റെ കൾട്ടിവേഷന്റെ ആ വളർച്ച ശരിക്കും എന്നെ അതിശയിപ്പിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ കണ്ട ആ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാലങ്ങൾ അവർക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആദ്യമായി മാർക്കിനെ അവർ കാണുന്നത് ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചാണ്. മാർക്കിനൊപ്പമുള്ള ആ കടുവകളെ ഈവിൾ എക്സ്റ്റർമിനേറ്റർ വകവരുത്തുമ്പോൾ ആ ഗുഹയ്ക്ക് പുറത്ത് അങ്കിൾ ലിങ്ങും ലിയാരുവും ഉണ്ടായിരുന്നു. അന്ന് അവർ കണ്ട മാർക്കല്ല ഇപ്പോൾ ഉള്ള മാർക്ക്. അങ്കിൾ ലിങ് മാർക്കിനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നേ? അങ്കിൾ, എനിക്ക് അങ്ങയുടെ ഒരു സഹായം വേണം. സഹായമോ? എന്ത് സഹായവും മാർക്ക് നിനക്ക് വേണ്ടത്? അങ്കിൾ, ഈ ഹോളി റിജിൻകാരുടെ സോള് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർക്ക്, നീ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവിടെ ഈ പർഗട്ടറിയിലുള്ള ആളുകളെ അവർ നിയന്ത്രിക്കുന്നത് ഈ പർഗട്ടറിയിലുള്ള ആളുകളുടെ ബന്ധുക്കളുടെ സോളിനെ നിയന്ത്രിച്ചിട്ടാണ്. ആ സോള് നിയന്ത്രിക്കാനായി അവരുപയോഗിക്കുന്നത് അവിടെയുള്ള ആ ജി കുടുംബത്തിലെ ഇമോർട്ടൽ എംപററുടെ ഒരു ഡിവൈൻ സെൻസ് ഉപയോഗിച്ചാണ്. ശരിക്കും ഇമോർട്ടൽ എംപററുടെ ഡിവൈൻ സെൻസ് പൂർണ്ണമായും അവർ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു അംശം അതാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപയോഗിച്ച് അവര് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ആളുകളുടെ പുറത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിലൂടെയാണ് അവര് നിയന്ത്രിക്കുന്നത്. അങ്കിൾ, അതെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റുക? മാർക്ക്, അത് എനിക്കറിയാവുന്ന കാര്യമല്ല. അവരെ നീ ഇപ്പോ നിന്റെ കൈവശമുള്ള ആ മാസ്ക് സ്ത്രീയുടെ ശവപ്പെട്ടിയുമായി കണക്ട് ചെയ്ത് ഉറക്കി കിടത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം മാർക്ക്. പക്ഷേ നിനക്കത് ഉള്ള കാലവും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജി കുടുംബത്തിലെ ആളുകൾ ആരെങ്കിലും ഹോളി റീജിയനൊപ്പം സഹകരിച്ച് ഇവിടേക്ക് വന്നാൽ അവർക്ക് ആ മാസ്ക് സ്ത്രീയുടെ ആ റെസ്ട്രിക്ഷൻ മറികടക്കാൻ എളുപ്പം പറ്റും. മാർക്കിനോട് വളരെ വിശദമായിട്ട് തന്നെ അങ്കിൾ ലിങ് ആ കാര്യം പറഞ്ഞു. മാർക്കിന്റെ കയ്യിലുള്ള ആ ശവപ്പെട്ടിയാണ് മാർക്കിന്റെ ഏറ്റവും വലിയ അസറ്റ്. ആ ശവപ്പെട്ടിയുടെ ഉടമ ആ മാസ്ക് സ്ത്രീയാണ്. അവരുടെ ആ പവറാണ് ആ മൊത്തം ആളുകളുടെയും സോളിനെ നിയന്ത്രിച്ച് നിശ്ചലമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ മറികടക്കാൻ ആ ഇമ്മോർട്ടൽ എംപററുടെ ബ്ലഡ് ലൈൻ ഉള്ള ജി കുടുംബത്തിലെ ആരെങ്കിലും അവിടെ എത്തിയാൽ ആ നിമിഷം പറ്റും. അങ്കിൾ ലിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കാത്തത്. അങ്ങനെ മാർക്കിനോട് അങ്കിൾ ലിങ് പറഞ്ഞതും മാർക്ക് അങ്കിൾ ലിങ്ങിനോടും ആ ലേഡിയോടും യാത്ര പറഞ്ഞിട്ട് അതിവേഗം വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു. മാർക്ക് വളരെ ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. മാർക്ക് അവിടെ നിന്ന് അങ്ങനെ അതിവേഗം പാഞ്ഞു പോകുമ്പോൾ ആ സ്ത്രീ അങ്കിൾ ലിങ്ങിനോട് പറഞ്ഞു, ഈ മാർക്കിന്റെ വളർച്ച ശരിക്കും എന്നെ വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. എന്ത് വേഗതയിലാണ് അവനിപ്പോൾ സഞ്ചരിക്കുന്നത്. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും
നമ്മുടെ മനുഷ്യർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളായി അവൻ മാറും. എല്ലാ ഏലിയൻസിനും അവൻ ഒരു ത്രട്ടായി മാറും. ഈവിൾ എക്സ്റ്റർമിനേറ്ററെ പോലെ അല്ലെങ്കിൽ ഈവിൾ എക്സ്റ്റർമിനേറ്ററേക്കാൾ ശക്തനായ ഒരാളായി മാർക്ക് ഫെല്ലർ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ അങ്കിൾ ലിങ്ങിനുണ്ട്. അങ്കിൾ ലിങ് അത് പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു തോന്നൽ ആ ലേഡിക്കുമുണ്ട്. ആ ലേഡിക്ക് മാർക്കിനെ കണ്ട ആ ആദ്യ കാഴ്ചയിൽ തന്നെ മാർക്ക് ഒരു നല്ല മനുഷ്യനാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ അറ്റാക്കുകളിൽ ഒന്നിലും അവർ മാർക്കിനെ തൊട്ടിട്ടേയില്ല. മാർക്കിനെ അവർ മനഃപൂർവ്വം തൊടാതിരുന്നതാണ്. ഒരു അമ്മയുടെ വാത്സല്യമാണോ സഹോദരിയുടെ സ്നേഹമാണോ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അവർക്ക് എന്തായാലും അത് മാർക്കിനോട് ഉണ്ട്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ വീണ്ടും ആ പഴയ സ്ഥലത്തെത്തി. മാർക്ക് അവിടെ എത്തിയതും വൻതോതിൽ ഡിഡക്ഷൻസ് ആരംഭിച്ചു. മാർക്കിനെ ഡിഡക്ട് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ആ സോളിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ശാപത്തെ അല്ലെങ്കിൽ ആ സ്പെല്ലിനെ ഓവർകം ചെയ്യാം, എങ്ങനെയാണ് ആ ആളുകളെ നിയന്ത്രിക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ മാർക്കിന് അത് പറ്റൂ. മാർക്കിന്റെ പല കാര്യങ്ങളും ആലോചിക്കുകയാണ്. മാർക്കിന്റെ അച്ഛന്റെ ലൈബ്രറി മാർക്ക് ശരിക്കും നന്നായി പരതി. അതുപോലെ തന്നെ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറും മാർക്ക് നന്നായി ഉപയോഗിക്കുകയാണ്. ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ ഉപയോഗിച്ച് മാർക്ക് പെട്ടെന്ന് മാർക്കിന് മുന്നിൽ ഒരു ഡയഗ്രാം സൃഷ്ടിച്ചു. 5 elements and 8 trigrams എന്ന ശക്തമായ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഒരു കോമ്പസ് ആണ് അവിടെ സൃഷ്ടിച്ചത്. ആ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ഡിഡക്ഷൻ മാർക്ക് ആരംഭിച്ചു. അങ്ങനെ ആ കോമ്പസ് ഉപയോഗിച്ച് മാർക്ക് ആ സാധനങ്ങൾ ഡിഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അവസാനം ആ കോമ്പസ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്റ്റോപ്പായി. ആ സ്ഥലം മാർക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് സ്കൈ കോണ്ടിനെന്റ് ആണ്. പിയാവോയുടെ സെക്ഷൻ ഉണ്ടായിരുന്ന അതേ കോണ്ടിനെന്റ്. അവിടെയാണ് വാങ് ഫെങ് നേരത്തെ ഒരു ഫോർമേഷനൊക്കെ ഉണ്ടാക്കിയത്. ആ കോണ്ടിനെന്റിൽ മാർക്കിന്റെ കൂടെയുള്ള ആളുകളുടെ സോളിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ സംവിധാനത്തെ തകിടമറിക്കാൻ കഴിയുന്ന എന്തോ ഉണ്ടെന്നാണ് മാർക്കിന്റെ ഡിഡക്ഷൻ മാർക്കിനോട് വിളിച്ചു പറയുന്നത്. മാർക്ക് അതിവേഗം പിയാവോയുടെ ആ സെക്ഷൻ ഇരിക്കുന്ന ഭാഗത്തെത്തി. മാർക്ക് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഹോളി റീജിയൻകാരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അവരെല്ലാവരും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മാർക്ക് ആ സെക്ഷനകത്തേക്ക് കടന്നു. ആ സെക്ഷനിൽ നിന്ന് ഭാഗം മുഴുവൻ മാർക്ക് വീണ്ടും അരിച്ചു പറക്കുകയാണ്. മാർക്കിന്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടെന്നറിയാം. പെട്ടെന്നാണ് മാർക്കിന് ഒരു കാര്യം ഓർമ്മ വന്നത്. മാർക്ക് ആ സെക്ഷൻ പിടിച്ചെടുത്തതിന് ശേഷം പിയാവോയെ സെക്ഷൻ ലീഡർ ആക്കിയിരുന്നു. മാർക്ക് പിയാവോയെ സെക്ഷൻ ലീഡർ ആക്കിയപ്പോൾ പിയാവോ മാർക്കിന് ആ സെക്ഷനിലെ പല കാര്യങ്ങളും കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരു കൾട്ടിവേഷൻ പ്ലേസിൽ കൊണ്ടുവന്നിരുന്നു. അതൊരു മിസ്റ്റിക് വേൾഡായിരുന്നു. ആ മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് കടന്നപ്പോൾ അവിടെ മാർക്ക് ഒരാളെ കണ്ടിരുന്നു, ഒരു സ്കോളറെ. ശരിക്കും ഒരു അധ്യാപകന്റെ ലക്ഷണമുള്ള ഒരു ബുദ്ധിശാലിയായ മനുഷ്യൻ. അങ്ങനെയാണ് ആ സ്കോളറെ അന്ന് കണ്ടപ്പോൾ മാർക്കിന് തോന്നിയത്. മാർക്ക് ഡിഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ ആ മുഖം കണ്ടതുപോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. അന്ന് ആ മനുഷ്യനൊപ്പം മാർക്ക് കഴിഞ്ഞപ്പോൾ മാർക്കിന്റെ പഴയ ജന്മങ്ങളും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളും ഒക്കെ പെട്ടെന്ന് മാർക്കിന് മുന്നിൽ അയാൾ അവതരിപ്പിച്ചിരുന്നു. മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു അയാളുടെ ആ അവതരണ രീതി കണ്ടിട്ട്. മാർക്കിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ സ്വപ്നത്തിൽ എന്ന പോലെ മാർക്കിന് മുന്നിൽ ആ ആള് അന്ന് അവതരിപ്പിച്ചത് മാർക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാർക്കിന് ഇപ്പോൾ കാര്യം മനസ്സിലായി. ആ ആള് വിചാരിച്ചാൽ മാർക്കിന്റെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. മാർക്ക് ഉടൻ ആ മിസ്റ്റിക് വേൾഡിന്റെ ഭാഗത്തേക്ക് എത്തി. അവിടെ മാർക്ക് ഡിഡ്യൂസ് ചെയ്ത് നോക്കിയപ്പോൾ മിസ്റ്റിക് വേൾഡിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മിസ്റ്റിക് വേൾഡ് അപ്രത്യക്ഷമായിരിക്കുന്നു. നിരാശനാകാതെ മാർക്ക് ഫെല്ലർ തൻ്റെ ആ കോമ്പസ് ഉപയോഗിച്ച് അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും ഡിഡക്ഷൻ ആരംഭിച്ചു. എണ്ണിയാൽ ഒടുങ്ങാത്ത ശൈലിയിലുള്ള ഊർജ സോഴ്സുകൾ ആ ഭാഗങ്ങളിലുണ്ട്. ചെടിയായാലും കല്ലായാലും നക്ഷത്രമായാലും ജീവജാലങ്ങളായാലും എല്ലാം ഊർജം ഉൽപ്പാദിപ്പിക്കും. ആ ഊർജങ്ങൾക്കിടയിൽ നിന്ന് ആ മിസ്റ്റിക് വേൾഡിനെ മാത്രം കണക്ട് ചെയ്യുന്ന ഊർജത്തെ കണ്ടെത്തി ആ മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് അറിഞ്ഞ് അതിന്റെ വാതിൽ കണ്ടെത്തി അകത്തേക്ക് കടക്കണം. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ട് ഈ വിഷയത്തിൽ അനുഭവിച്ചതെങ്കിലും ഇപ്പോ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിന്റെ സഹായം ഉള്ളതുകൊണ്ട് ആ കണ്ടെത്തൽ പ്രക്രിയ മാർക്കിന് കുറെ കൂടി എളുപ്പമായി. 1 മണിക്കൂറേ മാർക്കിന് യഥാർത്ഥത്തിൽ ആ മിസ്റ്റിക് വേൾഡ് കണ്ടെത്താൻ വേണ്ടി വന്നുള്ളൂ. മാർക്ക് ആ മിസ്റ്റിക് വേൾഡ് കണ്ടെത്തുകയും ആ മിസ്റ്റിക് വേൾഡിന് അകത്തേക്ക് കടക്കുകയും ചെയ്തു. മിസ്റ്റിക് വേൾഡിന് അകത്തേക്ക് മാർക്ക് കടന്നതും മാർക്ക് ആ സ്കോളറെ കണ്ടു. അദ്ദേഹം ഒരു കല്ലിൽ എങ്ങനെ ഇരിക്കുകയാണ്. മാർക്കിനെ കണ്ടതും ആ ആളുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി ചിതറുകയാണ്. അയാളുടെ ആ കൾട്ടിവേഷൻ മേഖലയിലേക്ക്
അനുവാദമില്ലാതെ ഒരാൾ കടന്നു വന്നതിന്റെ ദേഷ്യം അയാളുടെ കണ്ണുകളിലുണ്ട്. അയാളുടെ കണ്ണിൽ നിന്ന് ആ പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് കാണുന്നത് സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. എമിലി ബ്ലാക്കിനെ മാർക്ക് കണ്ടതും ആ നിമിഷത്തിനെ മാർക്കിന്റെ അമ്മയും കണ്ടു. അതേ നിമിഷത്തിൽ മാർക്ക് അച്ഛനെയും കാണുകയാണ്. പെട്ടെന്ന് കാലം ഒരുപാട് പുറകോട്ട് പോയി. മാർക്ക് ഫെല്ലർ കുഞ്ഞായിരുന്ന ആ കാലം മുതൽ തുടർന്നുള്ള ഓരോ സംഭവങ്ങളും മാർക്കിന്റെ കൺമുന്നിൽ ഒരു ചലച്ചിത്രം പോലെ അങ്ങനെ കടന്നു വരികയാണ്. മാർക്കിന്റെ മുന്നിൽ ഇപ്പോ സാക്ഷാൽ എമിലി ബ്ലാക്ക് ഉണ്ട്. മാർക്ക് എമിലി വിവാഹം കഴിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, എമിലി മരിക്കുന്നു, മാർക്ക് മരിക്കുന്നു. ആ രംഗങ്ങൾ വരെ മാർക്കിന്റെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. മാർക്കിനെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് ഫേക്കാണ്. ഫേക്കോ? അതെ, ഇത് ഫേക്കാണ്. എന്റെ എമിലി എന്നെ കണ്ടാൽ പുഞ്ചിരിക്കും. ഇവിടെ എമിലി പുഞ്ചിരിച്ചില്ല. അത് കേട്ടതും ആ മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി സാവധാനം വിരിഞ്ഞു വന്നു. അയാൾ കൈയൊന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം സാവധാനം താഴേക്ക് വന്ന് മാർക്കിന്റെ കയ്യിലെ ആ സുമേരു റിങ്ങിനകത്ത് വന്നു കൊണ്ടു. ആ സുമേരു റിങ്ങിനകത്ത് ആ പ്രകാശം അങ്ങ് അലയിടിച്ചതും പെട്ടെന്ന് മാർക്കിന് ചുറ്റും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ഉണ്ടായി. ശരിക്കും മാർക്ക് ഒരു സൂര്യനകത്ത് പെട്ടതുപോലെ ഒരു പ്രകാശം. മാർക്കിന്റെ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോവുകയാണ്. ആ കണ്ണടഞ്ഞു പോയ മാർക്ക് ഫെല്ലർ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കുലുക്കി വിളിക്കുന്ന ചാങ് എങ്ങനെയാണ് കണ്ടത്. ബ്രദർ, ഇത് എന്തൊരു ഉറക്കമാണ്? ചാങ് ചോദിച്ച ചോദ്യം കേട്ടതും മാർക്കിന്റെ മുഖത്ത് വല്ലാത്ത അതിശയം. മാർക്ക് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ആ സ്കോളറുമായി സംസാരിച്ചുകൊണ്ട് നിന്നതാണ്. അയാള് ആകാശത്ത് ഒരു പ്രകാശം ആ സുമേരു റിങ്ങിലേക്ക് അയച്ചത് മാർക്ക് കണ്ടതുമാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ബോധം പോയിരുന്നു. മാർക്ക് ചാങ് മകനോട് ചോദിച്ചു, ചാങ്, ഞാൻ ഉറങ്ങിപ്പോവുകയായിരുന്നു. ഉറങ്ങിയൊന്നു? കഴിഞ്ഞ 4 ദിവസമായിട്ട് മാർക്ക്, നീ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ എല്ലാവരും നിന്നെ ഉണർത്താൻ എന്തോരം ശ്രമിച്ചെന്നറിയാവോ? 4 ദിവസമായിട്ട് താൻ ഉറങ്ങിയായിരുന്നുള്ള കാര്യം കേട്ട മാർക്കിന് വല്ലാത്തൊരു അതിശയം. ആ സ്കോളർ ആരാ? അദ്ദേഹം എങ്ങനെ ഇത് സാധിച്ചത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും ഒരു കൊച്ചു പെൺകുട്ടി മാർക്കിന് അടുത്തേക്ക് വന്നു. ബ്രദർ, നിങ്ങൾ ആരാ? ചാങ് മാങ്ങിനെയും കൂട്ടരെയൊക്കെ അവള് ഇതിനിടയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. മാർക്ക് ഇപ്പോ ഉറക്കം എണീറ്റതല്ലേ ഉള്ളൂ. മാർക്ക് ആ പെൺകുട്ടിയെ ഒന്ന് നോക്കിയിട്ട് അവളോട് പറഞ്ഞു, ഹേയ് സുന്ദരി, ഞാൻ നിന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്താണ്. ജ്യേഷ്ഠൻ അറിയുമോന്നോ? അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ. ഹീമൻ മരിച്ചുപോയി എന്ന കാര്യം മാർക്കിന് ആ പെൺകുട്ടിയോട് എങ്ങനെ പറയാൻ പറ്റും? മാർക്ക് ഫെല്ലർ വളരെ യാദൃശ്യമായി ഹീമന്റെ ആത്മാവിനെ വലിച്ചെടുത്ത് ആ സുമേരു റിങ്ങിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിച്ചെടുത്ത് ഇട്ടുവെങ്കിലും മാർക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പോഴ് മാർക്കിന് തോന്നിയത് കൊണ്ട് മാർക്ക് വലിച്ചെടുത്ത് അകത്തേക്ക് ഇട്ടതാണ്. ആത്മാവ് മാത്രമേ ഉള്ളൂ, ബോഡി ഇല്ല. ആ കാര്യം എങ്ങനെ ഹീമന്റെ അനുജത്തിയോട് താൻ പറയും? എന്തായാലും ചാങ് മങ് ജീവനോടെ സ്വബോധത്തിലേക്ക് മടങ്ങി വന്നതിൽ മാർക്കിന് വല്ലാത്തൊരു സന്തോഷം. ചാങ് മങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? പിന്നെന്താ? അങ്ങനെ ചാങ് മാങ്ങിനോട് മാർക്ക് പറഞ്ഞതും ചാങ് മാങ്ങും മാർക്കും പുറത്തിറങ്ങി രണ്ടുപേരും ഫൈറ്റ് തുടങ്ങി. ചാങ് ഓടി വന്ന് മാർക്കിനെ ആഞ്ഞിടിക്കുകയാണ്. മാർക്ക് വെറുതെ കൈകൊണ്ട് തടയും. അനവധി തവണ ചാങ് മാങ് ചാടി ഓടിയൊക്കെ വന്ന് ആഞ്ഞിടിച്ചിട്ടും മാർക്ക് കൈകൊണ്ട് തടയുക മാത്രമാണ് ചെയ്തത്. മാർക്ക് വെറുതെ കൈ തുടങ്ങുമ്പോൾ തന്നെ ആ ഇടിയങ്ങ് സ്റ്റോപ്പായി പോവുകയാണ്. അതുകൊണ്ട് ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ശക്തി വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. മാർക്ക്, നീ എന്നെ വല്ലാതെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. ചാങ്, നീ ഇത്രയും നാള് അവിടെ ആ പ്രിസണകത്തായിപ്പോയത് കൊണ്ടല്ലേ ഈ പ്രശ്നം. നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ചാങ് മാങ്ങുമായി മാർക്ക് സംസാരിക്കുമ്പോൾ ജൂൻ അവിടേക്ക് വന്നു. ജൂന് ചാങ് മാങ് ജീവനോട് മടങ്ങി വന്നതിൽ ഒരുപാട് സന്തോഷമാണ്. ജൂൻ ചാങ് മാങ്ങും നല്ല സുഹൃത്തുക്കളായി അവിടെ ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ വെച്ച് മാറിയിരുന്നു. ആ കാര്യം ഓർമ്മ വന്ന ജൂ ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ് മാങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണം. അവിടെ അവരൊരു വനത്തിനകത്താണല്ലോ, സ്വാഭാവികമായിട്ടും തീറ്റയ്ക്കൊന്നും പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ടീം അവിടെ സന്തോഷത്തോടുകൂടി അങ്ങനെ കഴിയുന്ന ആ സമയത്ത് അവിടെ ആ മൂൺ പവലിയനിൽ ഹോളി റീജിൽ നിന്ന് കൂടുതൽ ആളുകൾ എത്തിയിരിക്കുകയാണ്. പറകേട്രയിലും സമീപ പ്രദേശങ്ങളുമായി നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഹോളി റീജിയനിൽ അറിഞ്ഞിരിക്കുകയാണ്. അത് അറിഞ്ഞതുകൊണ്ടാണ് എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ടേക്ക് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ ജി കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആ ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോൺ ബ്ലാക്ക് എല്ലാവരോടായി പറഞ്ഞു, ഇത് മിസ്റ്റർ ജി ആവോ. ജി ആവോ ഇനി നമ്മളോട് സംസാരിക്കും. ജി ആവോ എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നോക്ക്, ഞങ്ങളുടെ ഇമോർട്ടൽ എംബറുടെ ഡിവൈൻ സെൻസിന്റെ ഒരു അംശം ഉപയോഗിച്ചാണ് ആ സോൾ ലോക്കിംഗ് ടൂൾ ഉണ്ടാക്കിയത്. ആ ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്
ഞങ്ങളുടെ ഫാമിലിയുടെ ബ്ലഡ് ലൈനുമായി കണക്ട് ചെയ്തിട്ടാണല്ലോ. അതുകൊണ്ട് അവരുള്ള സ്ഥലത്ത് എന്നെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ ആളുകളെ പിടികൂടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ജി ആവോ അയാളുടെ കപ്പാസിറ്റിയെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചു. ഷാങ്മാങ് ഉൾപ്പെടെയുള്ള സകല ആളുകളിലും ഒരു നിയന്ത്രണം ഹോളി റീജിയൻകാർ ഇട്ടിട്ടുണ്ട്. ആ നിയന്ത്രണം യഥാർത്ഥത്തിൽ ജി കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ എംപറർ സൃഷ്ടിച്ച ഒരു ചെറിയ ഡിവൈൻ സെൻസുമായി കണക്ട് ചെയ്ത് ഉണ്ടാക്കിയ ലോക്കിലാണ്. ആ ലോക്ക് തുറക്കാൻ ജി കുടുംബത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ജി കുടുംബത്തിലെ ആവോയെ അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ജി കുടുംബത്തിന് ആവോ ഉണ്ടെങ്കിൽ ഷാങ്മാങ് ഉൾപ്പെടെയുള്ള സകല ആളുകളെയും വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതേക്കുറിച്ച് ആലോചിക്കും തോറും ആ ഹോളി റീജിയനിലെ ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷം വരികയാണ്. പെട്ടെന്ന് ആരോൺ ബ്ലാക്ക് എല്ലാവരോടായി പറഞ്ഞു, നമുക്ക് ആ ഹൂ ടിയാന്റെ നിർദ്ദേശം ഒന്ന് പരിഗണിച്ചാലോ? ഏയ് ആരോൺ, ഹൂ ടിയാൻ ചോദിക്കുന്നത് വളരെ വലിയ കാര്യമല്ലേ? ആ ജി കുടുംബത്തിന്റെ എംപററുടെ 5 കോയിനുകൾ അയാൾക്ക് വേണമെന്നല്ലേ അയാൾ പറയുന്നത്? അത് വളരെ വിലപ്പെട്ട കോയിനുകളല്ലേ, അതെങ്ങനെ അയാൾക്ക് കൊടുക്കാൻ പറ്റും? ഏയ് നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കും. ഇപ്പോ നമ്മുടെ ടാർഗറ്റ് ആരാണ്? മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറെ നമ്മൾ അവസാനിപ്പിച്ചാൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അത്രയും ആരോൺ ബ്ലാക്ക് പറഞ്ഞതും ജി ആവോ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ആരവസാനിപ്പിച്ചാലും തൊടാൻ പാടില്ലാത്ത ഒരാളുണ്ട്, അത് ആ ജീനയാണ്. ജീന ഞങ്ങളുടെ ജി കുടുംബത്തിന്റെ രക്തമൊഴുകുന്ന ആളാണ്. അവളുടെ ഡിവൈൻ സെൻസിലൂടെ മാത്രമേ നമുക്ക് ഇമോർട്ടൽ എംപറുടെ ആ സോഡ് നിയന്ത്രിക്കാൻ പറ്റൂ. ജീനയ്ക്ക് ഒരു പോറലും ഉണ്ടാവരുത്. ജീന എന്നവളെ വിളിക്കുമെങ്കിലും അവളുടെ സർനെയിം യഥാർത്ഥത്തിൽ ജി ആണ്. അത് ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവളുടെ സർനെയിമും അവളുടെ പേരും കൂടി കൂട്ടിച്ചേർത്ത് ജീന എന്ന് ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീന യഥാർത്ഥത്തിൽ ജി കുടുംബത്തിന്റെ പരമ്പരയാണെന്നുള്ള കാര്യം ഈ നിമിഷത്തിലാണ് അവിടെ എല്ലാവരും ഉറപ്പിക്കുന്നത്. ജി കുടുംബത്തിന്റെ ഭാഗമാണ് ജീന എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ജി കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ആ ബ്ലഡ് ലൈനിന്റെ ഭാഗമാണ് ജീന എന്നുള്ള കാര്യം ഈ സമയത്താണ് ഹോളി റീജിയനിലെ ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത്. അത് കേട്ടതും ആരോൺ ബ്ലാക്ക് എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, ജീനയെ നമുക്ക് ജീവനോടെ വേണമെങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണം. അതിന് മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. മാർക്ക് ഫെല്ലർ എവിടെയുണ്ടെന്ന് പറയാൻ ഇപ്പോ ഈ പ്രപഞ്ചത്തിൽ ഒരാക്കേ പറ്റൂ, അത് ആ ഹൂ ടിയാനാണ്. അവൻ ചോദിക്കുന്നത് നമ്മൾ കൊടുത്ത് നമുക്ക് മാർക്ക് ഫെല്ലറെ പിടികൂടാം. അവൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീനയുടെ സ്വത്തുക്കൾ നമുക്ക് കിട്ടത്തില്ലേ? അപ്പോഴല്ലേ നമ്മൾ ഈ ഹൂ ടിയാന് അവൻ ആവശ്യപ്പെട്ടത് കൊടുക്കേണ്ടി വരും. അവനെ ആ സമയത്ത് ഇല്ലാതാക്കാനാണോ പാട്? ആരോൺ ബ്ലാക്ക് പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും സകലർക്കും കഥ മനസ്സിലായി. ഹൂ ടിയാൻ പറയുന്ന കാര്യം സമ്മതിച്ചു കൊടുത്താൽ അവൻ എന്തായാലും മാർക്ക് ഫെല്ലർ ഉള്ള സ്ഥലത്തിന്റെ കോർഡിനേറ്റേഴ്സ് അവർക്ക് കൊടുക്കും. ആ കോർഡിനേറ്റേഴ്സിനെ ഫോളോ ചെയ്താൽ മാർക്കുള്ള സ്ഥലത്ത് അവർക്ക് എത്താം. മാർക്കിനെ അവസാനിപ്പിക്കുക, ജീനയെ പിടികൂടുക, ജീനയുടെ ഡിവൈൻ സെൻസ് സ്കാൻ ചെയ്ത് എല്ലാ സംഭവങ്ങളും പിടിച്ചെടുക്കുക, ആ വാളും സ്വന്തമാക്കുക. ആ വാള് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഹൂ ടിയാനെ കൊല്ലാൻ അവർക്ക് എന്താ ബുദ്ധിമുട്ട്? ആ വാളൊന്നും വേണ്ട ഹൂ ടിയാനെ കൊല്ലാൻ അവർക്ക്. ഹൂ ടിയാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, ഒരു വെറും സന്യാസി. ആ ഒരു കാഴ്ചപ്പാടാണ് ആ ഹോളി റീജിയനിലെ എല്ലാ ആളുകൾക്കും ഉള്ളത്. എന്നാൽ ഹൂ ടിയാന്റെ ആ ഡിമാൻഡ് അവർ അംഗീകരിക്കുക എന്ന് തീരുമാനിച്ച വിവരം ഹൂ ടിയാനെ അവരറിയിച്ചു. ഹൂ ടിയാൻ മാർക്കുള്ള കോർഡിനേറ്റേഴ്സ് സ്വാഭാവികമായി അവർക്ക് കൊടുക്കുകയും ചെയ്തു. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.